ഇറാൻ ഹാഡ് അതർ പ്ലാൻസ്. ഉന്നത നേതൃത്വം വധിക്കപ്പെടുമെന്നറിയാം. ഒരു ഉന്നത നേതൃത്വം മത ഘടനകളുടെയും രാഷ്ട്രീയ ഘടനകളുടെയും സൈനിക ഘടനകളുടെയും മൊത്തം സംവിധാനത്തിൻ്റെയും തലപ്പത്തെ വൺ മാൻ, അൾട്ടിമേറ്റ് ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 47 വർഷവും ഇറാൻ വാസ് എക്സ്പെക്ടിങ് എ D-Day, ഡൂംസ് ഡേ. ഈ ദിവസം വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ചുറ്റുപാടും സംവിധാനമൊരുക്കിയത്. ഓൾട്ടർനേറ്റ് സംവിധാനം അദ്ദേഹം തന്നെ പിൻഗാമികളെ നിശ്ചയിച്ചിരുന്നു, അല്ലെങ്കിൽ 3 പേർ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതണം. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭാഗികമായിട്ടെങ്കിലും പ്രഹരശേഷി കുറവാണ് ഇറാൻ്റെ മിസൈലുകൾക്ക്. പ്രഹരശേഷി കുറവാണ്, കൃത്യത കുറവാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇറാനിൽ നടക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമുണ്ട്. അവർക്ക് ഈ മതരാഷ്ട്രം വേണ്ട എന്നൊരു വലിയ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മതവും രാഷ്ട്രവും വ്യത്യസ്തങ്ങളായി നിൽക്കട്ടെ, മതം രാഷ്ട്രത്തിൽ ഇടപെടേണ്ട, സെക്യുലറായി മുന്നോട്ട് പോകാം. ഇറാനും അത് തന്നെയാണ്. ഇറാനുള്ളിൽ ഒരു ഭീകരപ്രവർത്തനം, പുറത്തുള്ളവരെ തമ്മിൽ ഇടിപ്പിക്കുക, പുറത്തുള്ളവർ ഹമാസിനെ ഭീകര IS അടുപ്പിച്ചേയില്ല, ഹമാസിനെ വളർത്തി. എക്സ്പോർട്ടിങ് ഇറാനിയൻ റവല്യൂഷൻ, ഇറാൻ വിപ്ലവത്തിൻ്റെ ആ തീജ്വാല ഇറാനിൽ മാത്രം കത്തിയാൽ പോരാ, ആ പ്രദേശത്താകമാനം ജ്വലിച്ചു നിൽക്കാൻ വേണ്ടി പണ്ട് സോവിയറ്റ് യൂണിയൻ ചെയ്ത അതേ അബദ്ധം. ഇസ്രയേലിനെ അവസാനിപ്പിക്കുക എന്ന് ടെഹ്റാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നതാണ് കേട്ടത്. ശരിയാണോന്ന് എനിക്കറിയില്ല. താങ്കൾ അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രഖ്യാപിതമായ ഒരു രാജ്യത്തെ അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനമാണ്. അവർക്കതിൽ റിഗ്രറ്റ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ആരെ അവസാനിപ്പിക്കണം എന്നിവർ പറയുന്നു. അവരൊരു കരുതലെടുക്കുന്നത് നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ. നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇന്ത്യ ഇപ്പോൾ നേരിട്ടതിൽ കക്ഷിയൊന്നും അല്ലെങ്കിൽ പോലും ഈ ആഗോളതലത്തിൽ ചർച്ചയായിരിക്കുന്ന ഇപ്പോഴത്തെ യുദ്ധം, ഇറാൻ ആണ് കേന്ദ്ര കഥാപാത്രം. അപ്പുറത്ത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന സഖ്യമുണ്ട്. നിലവിൽ എന്താണ് സ്ഥിതി? ഇത് എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? എൻഡ് ഈസ് നോട്ട് ഇൻ സൈറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ പറയും there is a ray of hope, അല്ലെങ്കിൽ റേ അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. ഒരു പ്രകാശകിരണം ആ തുരങ്കത്തിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്നു എന്നതൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒന്നും തന്നെ ഗൾഫിലെ യുദ്ധത്തിൽ കാണുന്നില്ല. എസ്കലേഷൻ മോഡിലാണിപ്പോൾ. മോർ ആൻഡ് മോർ കൺട്രീസ് കം ഇൻ ടു ദ സ്പെക്ട്രം. അത് ഇറാൻ്റെ ഒരു ഡിസൈനാണ്. അമേരിക്കൻ ഡിസൈൻ, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ഡിസൈൻ ഓൺ ദ വൺ സൈഡ്, ഇറാനിയൻ സ്കീം ഓൺ ദ അതർ സൈഡ്. തന്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ തന്ത്രങ്ങൾ, അമേരിക്കൻ തന്ത്രം വിജയിച്ചിരുന്നു എങ്കിൽ വിത്തിൻ 24 hours വാർ വുഡ് ഹവ് സ്റ്റാർട്ട്. എന്ന് പറഞ്ഞാൽ അറ്റ് വൺ സ്ട്രൈക്ക് ഇറാൻ്റെ പരമോന്നത നേതൃത്വം കാലയവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. അയത്തുള്ള ഖമേനി വാസ് ദി പ്രൈം ടാർഗറ്റ്. 48 എണ്ണം പറഞ്ഞ ഇറാനിയൻ നേതാക്കളാണ്, അതായത് IRGCയുടെ തലപ്പത്തുള്ളവർ, ഇറാൻ സേനയുടെ തലപ്പത്തുള്ളവർ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, എന്നിട്ടൊരു മുൻ പ്രസിഡന്റ് പോലും മരിച്ചു ഈ ആക്രമണത്തിൽ. അതോടെ ഇറാൻ പത്തി മടക്കേണ്ടതാണ്. ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ആകമാനം തകരും. അങ്ങനെ തങ്ങൾക്കൊരു മേൽക്കൈ ലഭിക്കും. പിന്നെ ഏതാനും മണിക്കൂറുകളുള്ള പൗണ്ടിങ്, ഹെവി പൗണ്ടിങ് വിൽ മേക്ക് ഇറാൻ സക്കം ടു ദ പ്രഷർ എന്നാണ് അമേരിക്ക വിചാരിച്ചിരുന്നത്, ഇസ്രായേൽ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ഇറാൻ ഹാഡ് അതർ പ്ലാൻസ്. എസ്കലേഷൻ ഈസ് എ പ്ലാൻ. ഇതൊരു മിലിറ്ററി സ്ട്രാറ്റജിയാണ്. ഇറാന് നിലനിൽക്കണമെങ്കിൽ ഒരു ബാലൻസ് ഇല്ല. ഇതൊരു എസിമെട്രിക്കൽ വാർഫെയർ ആണ്. ദ ഫയർ പവർ, അല്ലെങ്കിൽ ആകാശങ്ങൾ പൂർണ്ണമായി ഡോമിനേറ്റ് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അവിടെ ഒരു ഏറിയൽ പ്രതിരോധം ഇറാൻ്റെ വളരെ ദുർബലമാണ്. ഇത് ഇറാൻ നേരത്തെ അറിയാം. അതുകൊണ്ടാണ് മറ്റൊരു പ്ലാനിലേക്ക് നീങ്ങുന്നു. ഉന്നത നേതൃത്വം വധിക്കപ്പെടുമെന്നറിയാം. അങ്ങനെയെങ്കിൽ മറ്റൊരു നേതൃത്വം വളരെ പെട്ടെന്ന് ചുമതല ഏറ്റെടുക്കത്തക്ക രീതിയിൽ വരുന്നു. അത് മാത്രമല്ല, സെൻട്രൽ കമാൻഡ് സിസ്റ്റം നഷ്ടപ്പെടുമെന്നറിയാം. അതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ഒരു കമാൻഡ് സിസ്റ്റം ഇറാൻ ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 37 വർഷമായിട്ട് ഈ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു പാർലമെന്റ് ഉണ്ട്, അതിനൊക്കെ മുകളിലൊരു ഗാർഡിയൻ കൗൺസിലുണ്ട്. ഇതിനെയൊക്കെ നിയമിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഈ പറഞ്ഞ കൊല്ലപ്പെട്ട അയത്തുള്ള ഖമനേയുണ്ട്. ആ തലയാണ് വെട്ടിമുറിക്കപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ആരാണ്? ലോക്കൽ കമാൻഡേഴ്സോ അത്തരം ആൾക്കാരോ ആണ് തീരുമാനമെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? എത്ര ദിവസം നിൽക്കും എന്നാണ് എൻ്റെ ചോദ്യം. ന്യായമായ സംശയമാണ്. ഇറ്റ്സ് എ 2-way സിസ്റ്റം. ഇപ്പോൾ ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയും. അതായത് താഴെത്തട്ടിലെ ബ്രാഞ്ച് കമ്മിറ്റികൾ
ഏരിയ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റി, അങ്ങനെ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ഇങ്ങനെ പോകും. ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കും. ഒരിക്കൽ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടാൽ താഴേക്ക് അതേ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഓരോ തലത്തിലും കറക്ഷൻ മെഷീനറി. ഇപ്പം ഏകാധിപത്യ രീതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, മറക്കുന്നില്ല. പക്ഷേ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയാണ്. ഇവിടെ അവരുടെ ഒരു ലെനിനിസ്റ്റ് ടൂൾ അതാണ് അതിൻ്റെ രീതിശാസ്ത്രം. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നാണ് പറയുക. സമാനമായ രീതിയിൽ ഒരിക്കലൊരു അയത്തുള്ള ഒരു ഉന്നത നേതൃത്വം മത ഘടനകളുടെയും രാഷ്ട്രീയ ഘടനകളുടെയും സൈനിക ഘടനകളുടെയും മൊത്തം സംവിധാനത്തിൻ്റെയും തലപ്പത്തെ വൺ മാൻ, അൾട്ടിമേറ്റ് ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരിക്കൽ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അദ്ദേഹത്തിൽ നിന്നും വേണം കമാൻഡ് വരേണ്ടത് എന്നതാണ് ഒരു മിഥ്യാധാരണ. അതൊരു വ്യക്തി മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഗാർഡിയൻ കൗൺസിൽ ഉള്ളത്. അതുമാത്രമല്ല, അത് ഗാർഡിയൻ കൗൺസിൽ മൊത്തത്തിലുള്ള തീരുമാനം. ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന ആളാണ്. വ്യക്തിപരമായ താല്പര്യം മാത്രമല്ല. അയത്തുള്ള അലി ഖംനയി 37 വർഷം, മറ്റൊരു 10 വർഷം ആദ്യത്തെ ഖുമൈനി, അയത്തുള്ള റൂഹുള്ള ഖുമൈനിയുടെ ആദ്യ വർഷങ്ങൾ 1979 മുതൽ 89 വരെയുള്ള ആദ്യ ഖുമൈനി കാലഘട്ടം. അതിനുശേഷം കഴിഞ്ഞ 37 വർഷമായി തുടരുന്ന അയത്തുള്ള അലി ഖംനയി കാലഘട്ടം. ഇത്രയും കാലം 47 വർഷം ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു. ഈ 47 വർഷവും ഇറാൻ വാസ് എക്സ്പെക്റ്റിംഗ് എ ഡേ, ഡൂംസ് ഡേ. ഈ ദിവസം വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ചുറ്റുപാടും സംവിധാനമൊരുക്കിയത്. ഹൂതികളെ യമനിൽ പ്ലാന്റ് ചെയ്തു, നട്ട് നനച്ച് വളർത്തി. അവർ ഷിയ വിഭാഗക്കാരാണ്, പ്രവാചക ഗോത്ര പരമ്പരയിൽപ്പെടുന്ന വിഭാഗമാണ്. ഹിസ്ബുള്ളയെ നട്ട് നനച്ച് വളർത്തി. അത് ഇസ്രായേൽ തൊട്ട് വടക്ക് തെക്കൻ ലെബനനിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ഷിയ മിലിഷ്യ ആയി വലിയ രീതിയിൽ അർത്ഥവും നൽകി, ടെക്നോളജി നൽകി, ആയുധങ്ങൾ നൽകി അവരെ വളർത്തി ഒരു വയബിൾ ഫൈറ്റിംഗ് യൂണിറ്റാക്കി മാറ്റി. അതുപോലെ ഹമാസിനെ സൃഷ്ടിച്ച് വളർത്തിയതിൻ്റെ പിന്നിൽ നെതന്യാഹു ആണ് എന്ന് പറയാം വേണമെങ്കിൽ. ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് PLOയെ എതിർക്കാൻ വേണ്ടി ഹമാസിനെ വളർത്തിയെടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഫണ്ട് മൊത്തം കൊടുത്തത് ഇറാൻ്റെ ഫണ്ടാണ്. അതാണ് വെളുക്കാൻ തേക്കുന്നത് ചിലപ്പോൾ പാണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ഈ സംവിധാനത്തിന് പുറത്ത്, അതായത് ഈ ഇറാൻ്റെ ഒരു ഭരണ സംവിധാനത്തിന് പുറത്ത്, അതൊരു റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിനുള്ളത്, അതിന് പുറത്ത് നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരമൊരു സാഹചര്യത്തെ തടുക്കാൻ ഉത്തരവുകൾ നൽകാൻ ഇപ്പോൾ ആരാണ് ഉള്ളത്? ഈ പറഞ്ഞ സംഘടനാ സംവിധാനം ഈ ചിതറിപ്പോയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം തലയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആരാണിപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്? അങ്ങനെ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ പാമ്പിനെ കൊല്ലുന്നത് പോലെ ലളിതമല്ല ഒരു ഡ്രാഗണെ കൊല്ലുന്നത്. ഡ്രാഗണിൻ്റെ തീതുപ്പുന്ന ഫയർ സ്പിറ്റിംഗ് ഡ്രാഗൺ വേണമെങ്കിൽ ഇറാനെ ആ രീതിയിലും ഉപയോഗിക്കാം. അവിടെ ആ തലയ്ക്ക് അടിയേറ്റ് കഴിഞ്ഞാൽ പിന്നീട് തല പൊക്കില്ല. പാമ്പ് അങ്ങനെയാണല്ലോ. വിവരമുള്ളവർ, പ്രായമുള്ളവർ പറയും, മോനെ പാമ്പിനെ കൊല്ലുന്നെങ്കിൽ വാലിലെങ്ങും അടിക്കരുത്, അത് തിരിഞ്ഞു നിന്ന് കുത്തും. തലയ്ക്ക് തന്നെ, പത്തിക്ക് തന്നെ അടിക്കണം. അത് ഒറ്റ അടിക്ക് പരമാവധി പ്രഹരശേഷി എടുത്തുകൊണ്ട് അടിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അടി കൊണ്ട് തീരണം. അല്ലാതെ നടുപൊടിഞ്ഞാലും പാമ്പ് ചിലപ്പോൾ തിരിഞ്ഞു കുത്താൻ സാധ്യതയുണ്ട്. അവിടെയാണ് മർമ്മം കണ്ട് തന്നെയാണ് അമേരിക്കയും ഇറാനും ഇസ്രായേലും പ്രഹരിച്ചത്. പക്ഷേ അതുകൊണ്ടാണ് ഈ പ്രഹരം വരുമെന്നറിയാം. ഈ 47 വർഷം ഈ പ്രഹരം വരുമെന്നറിയാം. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് സംവിധാനം അദ്ദേഹം തന്നെ പിൻഗാമികളെ നിശ്ചയിച്ചിരുന്നു. അല്ലെങ്കിൽ 3 പേര് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതണം. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭാഗികമായിട്ടെങ്കിലും. പ്രഹരശേഷി കുറവാണ് ഇറാൻ്റെ മിസൈലുകൾക്ക്, പ്രഹരശേഷി കുറവാണ്, കൃത്യത കുറവാണ്. വാർഹെഡുകൾ, ന്യൂക്ലിയർ വാർഹെഡുകളാണെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. കൺവെൻഷണൽ വാർഹെഡ് കൊണ്ട് എത്രത്തോളം പ്രഹരിക്കാനാവും ഇറാന്? പക്ഷേ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന അന്തരീക്ഷം ആലോചിച്ച് നോക്കൂ. ഇത്രയും ബോണ്ടിങ്, അതാണ് റെസിലിയൻസ്. ഈ കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാലും നേരിട്ട് പോയി അമേരിക്ക അടിക്കുക എന്നൊക്കെ പറയുന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ പറഞ്ഞ അമേരിക്ക ഇതിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്ന ഈ ബേസ് ക്യാമ്പുകളിലേക്കൊക്കെ അടിക്കാം എന്നുള്ളതല്ല പറ്റും. അത് ഈ പറഞ്ഞ ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളെയും കൂടെ ശത്രുവാക്കുന്ന അവസ്ഥയിലേക്കെല്ലാം എത്തൂ. അതല്ലേ സ്ട്രാറ്റജി. ശത്രുവാക്കുക എന്ന് പറയുന്നതും വാറിൽ പല സ്ട്രാറ്റജി ഇല്ലേ, യുദ്ധത്തിൽ. അല്ല, അവർ ഈ ശത്രുക്കൾ, അതായത് ബേസ് ക്യാമ്പുകൾ വെച്ചിരിക്കുന്നവരൊക്കെ ഇപ്പോൾ നിലവിൽ ആ ഒരു ബന്ധം കൊണ്ട് തന്നെ അമേരിക്കയുടെ സുഹൃത്തുക്കളാണ്. അമേരിക്ക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അമേരിക്കയുടെ സൈനിക ശേഷി ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ സൈനിക ശേഷി അല്ലല്ലോ. അമേരിക്കയ്ക്ക് ഒരു കാര്യം ആവശ്യമുണ്ട്. പെർമനൻ്റ്ലി ഒന്ന് ആലോചിച്ച് നോക്കൂ, നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അമേരിക്കൻ പക്ഷം ചേർന്നുകൊണ്ടോ ഇറാൻ പക്ഷം ചേർന്നുകൊണ്ടോ ചിന്തിക്കാതെ നമുക്കൊന്ന് വേറിട്ട് ചിന്തിച്ച് നോക്കൂ. അമേരിക്കയെ പക്ക ബിസിനസ് പരമായി ചിന്തിച്ച് നോക്കൂ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മധ്യ പൗരസ്ത്യ പ്രദേശത്തെ വലിയ എണ്ണ നിക്ഷേപമുണ്ട്.
അവിടെ അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ ക്യാമ്പുകൾ ഉണ്ടാവണം. അമേരിക്കൻ മിലിറ്ററി ബേസുകളുണ്ട്. ഇപ്പോൾ നിലവിൽ 19 ബേസുകളുണ്ട്. അതിൽ 8 മേജർ ബേസാണ്. ഏറ്റവും വലിയ എയർഫോഴ്സ് ബേസ് എന്ന് പറയുന്നത് അൽ ഉദയ്ദ്, അത് ഖത്തറിലാണ്. ഏറ്റവും വലിയ നാവികത്താവളം 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം അത് ബഹ്റൈനിലെ മനാമയിലാണ്. ഇതെല്ലാം ഉണ്ട്. അവിടെയെല്ലാം സൈന്യങ്ങളെ നിലനിർത്തണമെങ്കിൽ ഈ രാജ്യങ്ങൾക്കൊരു അരക്ഷിത ബോധം വേണം. അരക്ഷിത ബോധമില്ലാതെ ഇവരുടെ എണ്ണ സമ്പത്തിന് സുരക്ഷ വേണം, അവരുടെ രാജ്യത്തിന് സുരക്ഷ വേണം, അയൽ രാജ്യങ്ങൾ കയറി അടിക്കാതിരിക്കാൻ സുരക്ഷ വേണം. പരമ്പരാഗതമായി അവർ ഭയന്നിരുന്നത് ആരെയാവണം? 1973 വരെയെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭയന്നിരുന്നു. കാരണം എത്ര യുദ്ധങ്ങളാണ് ഉണ്ടായത്? അറബ് രാജ്യങ്ങളെല്ലാം ഒരു വശത്തും ഇസ്രായേൽ മറുവശത്തുമായി. അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെയാണെങ്കിലും നേരിട്ട് അമേരിക്ക അവിടെ ഇടപെട്ടിട്ടില്ല. അമേരിക്ക എല്ലാ സഹായവും ചെയ്തു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ നേരിട്ടുള്ളൊരു ഇടപെടൽ ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. ആയുധങ്ങൾ അമേരിക്കയുടെ തന്നെയാണ്, സംശയമില്ല. 1948, 1956, 67, 1973 4 യുദ്ധങ്ങൾ, ഇവിടെ എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ മേൽക്കൈ ഉണ്ടായത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ പേടിക്കണമല്ലോ. അതിന് അമേരിക്കയുടെ തന്നെ സഹായം ഗൾഫ് രാജ്യങ്ങൾ തേടി. അങ്ങനെ ബേസുകളുണ്ടായി. പക്ഷേ 79 ശേഷം ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ആയത്തുള്ള അലി ഖൊമേനിയുടെ ഇറാൻ വലിയ ശക്തിയായിട്ട് വരികയാണ്. കടുത്ത ആൻറ്റി അമേരിക്കനിസം, കടുത്ത ആൻറ്റി സെമിറ്റിസം, ജൂതവിരുദ്ധത, അമേരിക്കൻ വിരുദ്ധത, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. ഇതാണല്ലോ അവിടുത്തെ ചാൻറ്റിങ്. അതിൻ്റെ തലപ്പത്താണ് ആയത്തുള്ള അലി ഖൊമേനി. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഒരു ഭയങ്കര കളി കളിച്ചു. അമേരിക്കയുടെ സഹായത്തോടു കൂടി ഒന്നൊന്നായി അറബ് രാജ്യങ്ങളുമായി സന്ധി ചെയ്തു. ആദ്യം 1978 അറബ് ലോകത്തെ പ്രധാനപ്പെട്ട ഈജിപ്ഷ്യൻ ശക്തിയുമായി സന്ധി ചെയ്തു. അൻവർ സാദത്തും മെനച്ചും ബെഗിനും തമ്മിൽ സന്ധി ചെയ്തു. 78 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ജിമ്മി കാർട്ടറുടെ മധ്യസ്ഥതയിൽ ക്യാമ്പ് ഡേവിഡിൽ അറബ് ലോകത്തെ ആദ്യമായി ഇസ്രായേലിന് സംസാരിക്കാവുന്ന രാജ്യമായി ഈജിപ്റ്റ് വരികയാണ്. നോർത്ത് ആഫ്രിക്കയിലെ ഈജിപ്റ്റ് വരികയാണ്. പിന്നീട് ഒന്നൊന്നായി അറബികൾക്ക് മനസ്സിലായി ഇസ്രായേൽ അല്ല വിഷയം. പലസ്തീൻ കോസ് പലരും മറന്നു, പലരും ബോധപൂർവ്വം ഒഴിവാക്കി. ഇസ്രായേലിനെ പ്രകോപിപ്പിക്കേണ്ട, ഇസ്രായേലിനെ സാധ്യമാക്കി എടുത്തുകൊണ്ട് പലസ്തീൻ പ്രദേശത്തേക്ക് അധിനിവേശം നടത്തി. വെസ്റ്റ് ബാങ്കിൻ്റെ കണ്ണായ സ്ഥലങ്ങൾ കവർന്നെടുത്തു. ഗാസയിൽ ആധിപത്യം ഉറപ്പിച്ചു. പിന്നെ വരുന്നത് ഹമാസിൻ്റെ പോരാട്ടം ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ്. പലസ്തീൻ കോസിനോടൊപ്പമായിരുന്നു അറബ് രാജ്യങ്ങൾ എക്കാലത്തും. പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇറാൻ ഒരിക്കലും പാലസ്തീൻ കോസിനോടൊപ്പമായിരുന്നില്ല. നോക്കൂ, ചരിത്രപരമായി ഇറാൻ പലസ്തീൻ കോസിനോടൊപ്പം നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഇറാൻ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഹമാസിനെയൊക്കെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് 100 കോടി മില്യൺ ഡോളർ തൊട്ട് 350 കോടി വരെ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വ്യക്തത താങ്കൾ വരുത്തൂ. ഞാൻ പറയുന്നത് ഈ ഇറാൻ്റെ ഒരു സാമ്പത്തികാവസ്ഥയൊന്നും അത്രത്തോളം മെച്ചമല്ലാതിരുന്ന കാലത്ത് പോലും ഈ പറഞ്ഞ ഇസ്രായേലിന് എതിരെ പോകുന്ന സംവിധാനങ്ങൾക്ക്, ഈ മിലിറ്റൻസിന് അവർ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ അയത്തുള്ള ഖമനേയി വീണു. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ ഈ ഫണ്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന സംവിധാനം ഇപ്പോൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല. അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യൂ നിങ്ങളുടെ ഗവൺമെൻറ്റിനെ എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇറാനിൽ നടക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമുണ്ട്. അവർക്ക് ഈ മതരാഷ്ട്രം വേണ്ട എന്നൊരു വലിയ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മതവും രാഷ്ട്രവും വ്യത്യസ്തങ്ങളായി നിൽക്കട്ടെ, മതം രാഷ്ട്രത്തിൽ ഇടപെടേണ്ട, സെക്കുലറായി മുന്നോട്ട് പോകാം. മതം ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ നിയമത്തെയോ വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെയോ ഒന്നും സ്വാധീനിക്കേണ്ട. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന സെക്കുലറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. ഇതിപ്പോൾ അമേരിക്ക പറയും പോലെ നടന്നാൽ, ഈ പറഞ്ഞ ഖമനേയി പോയി ഇനിയൊരു പുതിയ സർക്കാർ വരുന്നു, അത് സെക്കുലർ സർക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ഹമാസ് പോലെയുള്ള സംവിധാനങ്ങൾക്കുള്ള ഫണ്ടിങ് നിലയ്ക്കും. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ഭീകരവാദത്തിന് ഹമാസിനെ കേന്ദ്രീകരിച്ചുള്ള ഇതിന് കുറവ് വരുമോ? ലോകത്ത് ഏറ്റവും അധികം ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലേ? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ബിൻ ലാദനെ ഉൾപ്പെടെ സൃഷ്ടിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലേ? സോവിയറ്റ് അധിനിവേശ കാലത്ത് ആ ഭരണകൂടത്തിനെതിരെ, അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടത്തിനെതിരെ ഒരു മെഴ്സിനറിയായി അയച്ചത് അമേരിക്കയിൽ ട്രെയിൻഡായ ഒസാമ ബിൻ ലാഡൻ എന്ന ചെറുപ്പക്കാരനെയാണ്. സോവിയറ്റ് കാലഘട്ടം അവസാനിച്ചു, ശീതയുദ്ധം അവസാനിച്ചു, സോവിയറ്റ് സൈന്യം പിന്മാറി. അതിനുശേഷം നജീബുള്ള ഭരണകൂടം കാലയളവിനുള്ളിൽ മറഞ്ഞു. അപ്പോൾ ബിൻ ലാഡന് പണിയില്ലാതായി. ഹി ട്രെയിൻഡ് ഹിസ് ഗൺസ് അഗൻസ്റ്റ് അമേരിക്ക. ഇവിടെയെല്ലാം സെൻട്രൽ അമേരിക്കൻ റീജിയൻ, വെസ്റ്റ് ഏഷ്യ, എല്ലായിടത്തും ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു അമേരിക്ക. പക്ഷേ അമേരിക്കയ്ക്കുള്ളിൽ ഒരു ഭീകര പ്രവർത്തനവുമില്ല. സമാനമായ രീതിയിൽ
ഇറാനും അത് തന്നെയാണ്. ഇറാനുള്ളിൽ ഒരു ഭീകരപ്രവർത്തനം, പുറത്തുള്ളവരെ തമ്മിൽ അടുപ്പിക്കുക, പുറത്തുള്ളവർ ഹമാസിനെ ഭീകര IS-നെ അടുപ്പിച്ചില്ല, ഹമാസിനെ അടുപ്പിച്ചില്ല. IS-നെ എങ്ങനെ അടുപ്പിക്കുന്നത്? IS സുന്നി ഔട്ട്ഫിറ്റ് അല്ലേ, ഇത് സുന്നികളാണ്. ഇത് ഷിയാ സുന്നി വ്യത്യാസമൊന്നുമില്ല. ഇസ്രയേലിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു ഏകമാന സ്വഭാവം. ഷിയാക്കളാണ് ഹൂതികൾ, ഷിയാക്കളാണ് ഹിസ്ബുള്ള, സമ്മതിക്കുന്നു. പക്ഷേ സുന്നികളാണ് ഹമാസ്. ഇവരെല്ലാം ഫണ്ട് ചെയ്തു. കയ്യിൽ നിറയെ പണമുള്ളതുകൊണ്ടല്ല, പ്രതീക്ഷയുടെ പിന്നിൽ എക്സ്പോർട്ടിങ് ഇറാനിയൻ റവല്യൂഷൻ, ഇറാൻ വിപ്ലവത്തിൻ്റെ ആ തീജ്വാല ഇറാനിൽ മാത്രം കത്തിയാൽ പോരാ, ആ പ്രദേശത്താകമാനം ജ്വലിച്ച് നിൽക്കാൻ വേണ്ടി പണ്ട് സോവിയറ്റ് യൂണിയൻ ചെയ്ത അതേ അബദ്ധം സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ കൈയച്ച് സഹായിച്ചു. നമ്മൾ നന്ദിപൂർവ്വം അത് ഓർക്കുന്നു, സൗകര്യപൂർവ്വം അത് മറക്കുകയും ചെയ്തു. അതാണല്ലോ പ്രായോഗികത. അന്ന് സഹായമൊക്കെ ചെയ്തു. അത് പൊളിറ്റിക്സാണ്, അതെല്ലാം പൊളിറ്റിക്സാണ്. അതാണ് ദേശീയ താല്പര്യം. അന്ന് സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ദേശീയ താല്പര്യം മാത്രമല്ല നോക്കിയത്, ഒരു പ്രത്യയശാസ്ത്രം. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ക്രമത്തിലേക്ക് വരുന്നു, നെഹ്റുവാണ് തലപ്പത്ത്, ഇന്ത്യ സഹായിച്ചു, കൈവിട്ട് സഹായിച്ചു. അതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വന്നു. സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ സോവിയറ്റ് യൂണിയൻ പിന്താങ്ങി, ഇറാനും പിന്താങ്ങി. കയ്യിൽ പണമുള്ളതുകൊണ്ടല്ല, അവിടെ ഇറാൻ അനുകൂലം ഒരു ഭരണകൂടം സിറിയയിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ചരിത്രപരമായി ചെയ്ത ബ്ലണ്ടർ, ആവശ്യത്തിലധികം മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ഫണ്ട് ചെയ്യുകയും വളർത്തിയെടുക്കുകയും ചെയ്ത് അവസാനം സ്വന്തം ശവക്കുഴി തോണ്ടി സോവിയറ്റ് യൂണിയൻ. സമാനമായ രീതിയിലാണ് ഇറാനും പ്രവർത്തിച്ചത്. അമേരിക്ക ഫണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബിസിനസ് സാധ്യത അമേരിക്ക കണ്ടു. കൃത്യമായി അമേരിക്ക വാസ് ഏബിൾ ടു എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. തീവ്രവാദം വ്യാപിപ്പിക്കുക, അതിനെതിരെ ഗവൺമെൻറ്റുകൾക്ക് ആയുധങ്ങൾ വേണമല്ലോ, അമേരിക്ക തന്നെ ആയുധങ്ങൾ കൊടുക്കും. ബഗ്ഗിനെ ഉണ്ടാക്കി ഡീബഗ് ചെയ്യുന്ന ബിസിനസ്. അതെ, ബഗ്ഗിനെ ഉണ്ടാക്കി അതിനെ തകർക്കാൻ മറ്റൊരു ബഗ്. അപ്പം ചാരന്മാരെ സൃഷ്ടിച്ച് വിട്ട് ആ ചാരന്മാരെ പിടിക്കാൻ മറുചാരന്മാരെ വിടുന്ന ഒരു സംവിധാനം. ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് പയറ്റാം. ഇറാൻ അത് കണ്ട്, ആന വാ പുലർക്കുന്നത് കണ്ട് അണ്ണാൻ കുഞ്ഞ് വാ പുലർന്ന മാതിരിയാണ് ഇറാൻ സമാനമായ രീതിയിൽ. പക്ഷേ ഇറാന് അത് പിടിച്ചു നിൽക്കാൻ സഹായകരമായിരുന്നു. 47 വർഷം പിടിച്ചു നിന്നില്ലേ? പിടിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ആഗോളതലത്തിൽ ഇതൊരു ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ടെററിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീം ആയിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടെററിസം. ഇതിന് കുറവ് വരുമോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുക? ടെറർ ഹാസ് നോ റിലിജിയൻ, പക്ഷേ ടെറർ യൂസസ് റിലിജിയസ് നറേറ്റീവ്സ് ഫോർ സ്റ്റെബിലിറ്റി, ഫോർ അക്സെപ്റ്റൻസ്, ഫോർ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ന്യായീകരണത്തിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. അത് ഇസ്ലാമിക ഇൻ ദ നെയിം ഓഫ് ഇസ്ലാം ടെറർ ഈസ് ബീങ് യൂസ്ഡ്, ഹോളി വാർ അല്ലേ, അതൊക്കെ എന്താണ് വലിയ രീതിയിൽ ജിഹാദ്. അല്ല, അത് ഞാൻ യോജിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഈ പറഞ്ഞ പോലെ ഒരു സെക്കുലറിസ്റ്റ് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകത്തില്ല. ഇറാനിലും ഇസ്ലാംസ് ആണല്ലോ ഉള്ളത്. ഇറാനിൽ സെക്കുലറിസ്റ്റ് താല്പര്യം വളരാനുള്ള പ്രധാന കാരണം ഇറാൻ ഷായാണ്. അതിനു മുൻപും ഇറാൻ വാസ് എ സീറ്റ് ഓഫ് സിവിലൈസേഷൻ. ഇറാൻ മുസ്ലിം റിലിജൻ വരുന്നത് എന്നാണ്. അതിനു മുൻപ് എത്രയോ വലിയ സിവിലൈസേഷനായിരുന്നു. ഇസ്ലാമിക് കാലഘട്ടത്തും സിവിലൈസേഷന് ഒട്ടും കുറവൊന്നുമില്ല. പരമ്പരാഗതമായ പേർഷ്യൻ സാമ്രാജ്യം, കല, സാഹിത്യം, പേർഷ്യൻ കവികൾ എന്നൊക്കെയാണല്ലോ പേർഷ്യൻ കാർപ്പറ്റ്, പേർഷ്യൻ കവിത, പേർഷ്യൻ സാഹിത്യം, പേർഷ്യൻ നിർമ്മിതികൾ ഇല്ലേ, പേർഷ്യൻ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം ഈ ഡോം സ്ട്രക്ചറൊക്കെ പേർഷ്യനല്ലേ. ഈ നിർമ്മിതി അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ തക്ക ഒരു സംസ്കാരമാണ്. ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ഒരു പരോക്കിയൽ ചിന്തകളൊക്കെ പിന്നീട് വന്നതാണ്. മതഘടനകൾ അടിച്ചേൽപ്പിച്ച ചില ചിന്തകളാണ്. പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടപ്പെട്ട ജീവിതങ്ങൾ, അങ്ങനെയല്ലായിരുന്നു പേർഷ്യ. പിന്നീട് ഇറാൻ എന്ന ഒരു പേർഷ്യയിൽ നിന്നും ഇറാനിലേക്കുള്ള പരിവർത്തനം, അതിനുശേഷം ഒരു ഇസ്ലാമിസ്റ്റ് രീതിയിലേക്കുള്ള പരിവർത്തനം, അതും തീവ്രവാദമൊന്നുമല്ല, പക്ഷേ അടിച്ചമർത്തുന്ന ഒരു അയത്തുള്ള ഭരണം മതഘടനകളുടെ. അല്ല, അത് രാജ്യത്തിനകത്ത്. ഞാൻ പറഞ്ഞു പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ അടിക്കാൻ ആളെ ഏർപ്പാടാക്കുന്ന സംവിധാനത്തിനെ തീവ്രവാദം തന്നെ വിളിക്കണമല്ലോ. ഞാൻ അതിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഈ കള്ളൻ കള്ളനാണ്, കള്ളന് കഞ്ഞി വയ്ക്കുന്നവനും കള്ളൻ തന്നെയാണ്. അപ്പോൾ ഇത് നേരിട്ട് സാധിക്കാത്തത് കഞ്ഞി വെച്ച് കൊടുത്ത് സാധിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ടടിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അവിടെ നിന്ന് സംയമനം പാലിച്ച് മാറി നിൽക്കുകയും കിങ്കരന്മാരെ വിട്ടടിപ്പിക്കുകയും ചെയ്യുന്ന ഇറാൻ്റെ പ്രവണത, അതാണ് പ്രോക്സീസ്. ഈ പ്രോക്സീസാണ് യഥാർത്ഥത്തിൽ, നോക്കൂ, ഈ ഒരവസ്ഥ ഇറാനെതിരെ ഇപ്പോൾ നടന്ന ആക്രമണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നാൾ വഴികൾ വെച്ച് നോക്കിയാൽ ഇതിന് വിത്തുകൾ ഒരു ദിവസമാണ് പാകപ്പെട്ടത്. ഒക്ടോബർ 7, 2023 അവിടെ ഹമാസിൻ്റെ ഭീകരർ 1200 ഇസ്രയേലികളെ കൊന്നൊടുക്കിയപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ തീരുമാനമായി. മുൻകൂട്ടി തന്നെ എടുത്ത തീരുമാനം, ഒരു തിരക്കഥയനുസരിച്ച് ഇസ്രയേലും അമേരിക്കയും തയ്യാറാക്കിയ, ഇസ്രയേലിൻ്റെ ഡയറക്ഷനിൽ
ഇസ്രയേലാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഇസ്രയേലാണ്. അതിൻ്റെ ഒരു ഗസ്റ്റ് പ്ലെയർ എന്ന നിലയിൽ അവസാന നിമിഷം ചില സിനിമകളിലൊക്കെ അമേരിക്ക കൊണ്ട് വന്ന് അടിച്ച് കലക്കി ഒരു പ്രധാനപ്പെട്ട ഒരു നായക നടനെ അവസാന നിമിഷം ഇറക്കുന്നത് പോലെ അമേരിക്ക വന്ന് സീൽ ചെയ്ത് അങ്ങ് എടുക്കുകയാണ്. ഇത് മുൻകൂട്ടി കുറിക്കപ്പെട്ടതാണ്. 1200 ജൂത ജീവനുകളുടെ വില, അതിൻ്റെ 10 ഇരട്ടി നിസ്സഹായരായ അറബി ജനതയുടെ ചോര എവിടെ വീണു. ന്യായീകരണങ്ങളല്ലേ ഇത്? അവിടെയും ഇവിടെയും ന്യായീകരണങ്ങളില്ല, ഒന്നിനും ന്യായീകരണങ്ങളില്ല. ഹമാസ് ആക്രമിച്ചതിന് ന്യായീകരണമില്ല, ഇസ്രായേല് ഡിസ്പ്രപ്പോർഷനായിട്ട് തിരിച്ചടിച്ചതിന് ന്യായീകരണമില്ല. പക്ഷേ ഇതിനെല്ലാം കാരണമായത് ഇറാൻ തങ്ങളുടെ തന്നെ അരക്ഷിത ബോധത്തിൽ ചെയ്ത കാര്യമാണ്. ഇസ്രായേലിനെ അവസാനിപ്പിക്കുക എന്ന് ടെഹ്റാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നതാണ് കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രഖ്യാപിതമായ ഒരു രാജ്യത്തെ അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനമാണ്. അവർക്കതിൽ റിഗ്രറ്റ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ആരെ അവസാനിപ്പിക്കണം എന്നിവർ പറയുന്നു, അവരൊരു കരുതലെടുക്കുന്നത് അങ്ങനെ സംഭവിക്കില്ലേ? ഞാൻ ഒന്ന് മറുചോദ്യം ചോദിച്ചോട്ടെ. ഹൂ ഈസ് ഇറാൻ? 79 പൊട്ടിവീണ രാജ്യമാണോ ഇറാൻ? എത്ര കാലം ഇസ്രയേലുമായി വലിയ ചങ്ങാത്തം, അറബി രാജ്യങ്ങളുമായി ഇസ്രയേൽ മുട്ടമിട്ട് നിന്നപ്പോൾ ഇസ്രയേലിനെ ചേർത്ത് പിടിച്ചൊരു രാജ്യമാണ് ഇറാൻ എന്ന് ഓർക്കണം. അപ്പോൾ അറബി വിരുദ്ധതയാണ് പലപ്പോഴും ഇറാൻ്റെ ഒരു പൊളിറ്റിക്കൽ DNA. ഇപ്പോൾ 79 അമേരിക്കയുമായിട്ട് തെറ്റി. അപ്പോൾ അമേരിക്ക കൊണ്ടുവന്നിരുന്ന ഷാ പഹലവി രണ്ടാമൻ്റെ ഭരണം ദുസ്സഹമായപ്പോൾ ഒരു ജനകീയ വിപ്ലവത്തിലൂടെ, ഇസ്ലാമിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനകീയ വിപ്ലവത്തിലൂടെ ഇറാനിൽ ഒരു പുതിയ ഭരണകൂടം ഉണ്ടായി. ആ ഭരണകൂടത്തെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻറ്റി അമേരിക്കനിസമാണ്. നോക്കൂ, എല്ലാ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കും ഒരു രീതിശാസ്ത്രമുണ്ട്. ഒരു ശത്രുവിനെ കണ്ടെത്തും. അത് ഹിറ്റ്ലറാണെങ്കിലും മുസോളിനി ആണെങ്കിലും എല്ലാവരും ഒരു ദുർബലനായ ശത്രുവിനെ കണ്ടെത്തി അത് വലിയ ശത്രുവാണെന്ന് കരുതി അതിനെതിരെ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ ഒരു ശത്രു ആവശ്യമാണ്. ദിവസത്തെ കൺവീനിയൻ. ഇത് ദുർബലനായ ശത്രുവല്ല, വളരെ വിഖ്യാതനായ ശത്രുവായി പോയി അമേരിക്ക. ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ എന്ന ചാൻറ്റിംഗ് ആണ് ഇറാൻ്റെ സംവിധാനത്തെ പിടിച്ചു നിർത്തിയത്. അതിനെ അവർ പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കും. നമ്മളൊക്കെ വിളിക്കുന്നത് എക്സ്പോർട്ടിംഗ് ടെറർ ടു അതർ കൺട്രീസ് ടു എൻസർക്കിൾ ഇസ്രയേൽ. ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ, ഇസ്രയേൽ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു. ഇനി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്. സ്വല്പം അഭിമാനം പണയപ്പെടുത്തേണ്ടി വന്നാലും വീട്ടിൽ തീ പുകയുന്നു എന്ന് ഉറപ്പുവരുത്തി സൗദി അറേബ്യ. അവർക്കറിയാം എണ്ണ സമ്പന്നമാണ് സൗദി അറേബ്യ. അമേരിക്കയുടെ മുട്ടം വിട്ട് നിന്നാൽ ഈ എണ്ണ കുടിച്ചെടുക്കാനാവില്ല, ടെക്നോളജിയും കിട്ടില്ല, കടത്തിക്കൊണ്ട് പോകാനുമാവില്ല. ഡോണ്ട് പ്രൊവോക്ക് എ പോർക്യുപൈൻ. അതുകൊണ്ട് സൗദി അറേബ്യ അമേരിക്കയുടെ ഓരം ചേർന്ന് നിന്നു. ഇസ്രയേൽ ഇഷ്ടമൊന്നുമല്ലായിരുന്നു പണ്ട്. പക്ഷേ ഇസ്രയേലുമായി എതിർപ്പുള്ളപ്പോഴും അമേരിക്കയുടെ ഓരം ചേർന്ന് നിന്നു. അറബ് അമേരിക്കൻ കമ്പനി അവിടെ വന്നു, അറാംകോ വന്നു, വൻതോതിൽ ഡ്രില്ലിംഗ് ഉണ്ടായി. സൗദി ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഇതേ മാർഗം തന്നെയാണ് UAE, പിന്നെ അതുപോലെ ഖത്തർ, ബഹ്റൈൻ. ഇതൊന്നും തന്നെ അമേരിക്കയെ വെറുപ്പിക്കുന്നില്ല. അമേരിക്ക എന്തെല്ലാം ആഗ്രഹിച്ചോ, ബിസിനസ് ആഗ്രഹിച്ചു, വിമാനങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ചു. എന്തുമാത്രം വിമാനങ്ങളാണ് സൗദിക്കുള്ളത്? എല്ലാം അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളല്ലേ. UAEക്കുള്ളതെല്ലാം അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളല്ലേ. ചൈനയും റഷ്യയും അടുപ്പിക്കാതെ അമേരിക്കൻ സ്വാധീനത്തിൽപ്പെട്ട് ഒരു വലിയ ആലസ്യത്തിൽ സന്തോഷമായി നിൽക്കുകയാണ്. ഞങ്ങളുടെ സുരക്ഷ അമേരിക്ക ചെയ്യും. ഇസ്രായേൽ ആക്രമിച്ചാലും ഇറാൻ ആക്രമിച്ചാലും അമേരിക്ക സുരക്ഷിതത്വം ഒരുക്കും. ഇതൊരു പ്രായോഗിക ചിന്തയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ് നമ്മുടെ പറയേണ്ടി വരും അല്ലേ? അഭിമാനമാണോ സൗകര്യമാണോ വലുത്? ഒരു ജനതയുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമാണല്ലോ. ഒരു ലോങ് റണ്ണിൽ ജനതയുടെ നിലനിൽപ്പല്ല, രാജഭരണത്തിൻ്റെ നിലനിൽപ്പാണ്. സൗദിയുടെ ഉൾപ്പെടെ രാജഘടനകളുടെ നിലനിൽപ്പ് സാധ്യമാക്കണമെങ്കിൽ അമേരിക്കയെ പിണക്കരുത്. ഏത് അട്ടിമറിയെയും അമേരിക്ക മുൻകൂട്ടി കണ്ട് പ്രതിരോധിച്ചോളും. സൗദിയിലൊന്നും അട്ടിമറി നടക്കുന്നില്ല. അട്ടിമറി നടക്കുന്നത് എപ്പോഴാണ്? ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുമ്പോഴാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ. ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ എന്ത് അട്ടിമറി? അല്ലെങ്കിൽ ആ അറബി രാജ്യത്തെ രാഷ്ട്രീയം മറ്റൊന്നാവുമായിരുന്നില്ലേ? പക്ഷേ പണമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നല്ല ഉന്നതരുമായ സൗഹൃദം സഹായിക്കും. ടെക്നോളജി വിൽ കം. പിന്നെ ടെക്നോളജിക്ക് പുറമേ നൽകുന്നൊരു ഈ ഊച്ചാളി ഫീസ് എന്നൊക്കെ തെക്കൻ ഭാഗത്ത് പറയുന്നൊരു സാധനം, ഊച്ചാളി ഫീസ്. അതായത് റൗഡി പണം. ഇപ്പോൾ റൗഡി ഒരു കാര്യം നിലനിർത്തുന്നതിന് വേണ്ടി റൗഡികൾക്ക് കൊടുക്കുന്ന ഒരു പകിട, അത് കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആ പകിട കൊടുത്ത് ആ റൗഡികളെ, അല്ലെങ്കിൽ റൗഡി എന്ന് ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ, താവളങ്ങൾ, അതെ, ഒരു തരം നോക്കുകൂലിയാണ്. ഇതങ്ങോട്ട് കൊടുത്ത് നിർത്തിയാൽ അവർ സൗകര്യപൂർവ്വം ഈ ഭരണകൂടങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു. അതുപോലെ എണ്ണ ഉത്പാദനം അഭംഗുരം നടക്കുന്നു, പ്രതിരോധം നടക്കുന്നു. എണ്ണ കടത്തിക്കൊണ്ടുപോകാൻ ഹോർമൂസ് കടലെടുക്ക് കടത്തി ഇറാൻ അങ്ങോട്ട് അടച്ചാൽ ഏതവനാടായി ഹോർമൂസ് അടയ്ക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് അമേരിക്ക ചാടി വീഴില്ലേ? പക്ഷെ ഇപ്പോൾ ഈ മർമ്മത്ത് നോക്കിയാണ്
ഇറാൻ പ്രഹരിച്ചിരിക്കുന്നത്. ഈ ഹോർമസ് സ്ട്രെയിറ്റിൽ കൂടെ വേണം ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സകല ഫ്യൂവലും വരാൻ. മനസ്സിലാക്കുന്ന ഒരു 85% തൊട്ട് 90% വരെയുള്ള ഇന്ത്യയുടെ ഫ്യൂവൽ മൊത്തം വരുന്നത് ഈ വഴിയാണ് എന്നാണ്. ഇനിയിപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് റഷ്യ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു, അതിനുള്ള ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നും പറയുന്നു. അത് എത്രത്തോളം വേഗത്തിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതൊരു പെർമനൻറ്റ് സൊല്യൂഷനാണോ, ഇതുമൊക്കെ ഇനി വിദഗ്ധർ പറയേണ്ടുന്ന കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയെ നിലവിലുള്ള ഈ സാഹചര്യം ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും നമ്മൾ ഓയിൽ കൺസ്യൂമേഴ്സ് മാത്രമാണ്. India has multiple options, but whether India has the tenacity or wherewithal to accept one option, വളരെ ഡിഫിക്കൽട്ട് ഓപ്ഷനാണ്. ഇപ്പോൾ പറയുന്നു റഷ്യയ്ക്കും ചൈനയ്ക്കും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലോട്ടം ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു, പറയുന്നത് ഇറാനാണ്. ഹോർമൂസ് ഞങ്ങൾ അടച്ചിരിക്കുന്നു, ലോകത്ത് ഏത് രാജ്യത്തിൻ്റെ കപ്പലുകൾക്കും അമേരിക്കൻ ഇസ്രായേലി കപ്പലുകൾക്കുൾപ്പെടെ അതിലെ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ആക്രമിക്കും. പക്ഷേ ചൈനീസ് കപ്പലുകൾക്ക് സ്വാഗതം, റഷ്യൻ കപ്പലുകൾക്ക് സ്വാഗതം. ആലോചിച്ച് നോക്കൂ, മാസ്റ്റർ സ്ട്രോക്ക് അല്ലേ? ചൈനയും റഷ്യയും ആ ഒരു ചൂണ്ടയിൽ കൊത്താൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. ചൂണ്ട മാത്രമല്ല, ഒരു സാധ്യത കൂടിയാണ്. അമേരിക്കയെ വെല്ലുവിളിക്കാൻ ലഭിക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാതെ, പ്രകോപനം ഒന്നും സൃഷ്ടിക്കാതെ ഞങ്ങളുടെ കപ്പലുകൾ അവിടെ പോകും, സാധനം ഇറക്കും. ചൈനീസ് എക്സ്പോർട്ട്സ് വിൽ ഹാപ്പൻ ടു ഗൾഫ്. എന്നിട്ട് ഗൾഫിൽ നിന്നും എണ്ണ ഞങ്ങൾ കൊണ്ടുപോകും. ചൈന അങ്ങോട്ട് പറയുന്നു, തൽക്കാലം വരട്ടെ നിർത്താം, നിങ്ങൾ ഒരു ചൈനീസ് കപ്പലിലും എണ്ണ ഒഴിക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞാൽ, അമേരിക്ക പറഞ്ഞാൽ അവരനുസരിക്കും. 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 4 ആഴ്ചയായി, അവിടെ ബുദ്ധിമുട്ട് തുടങ്ങും, കെട്ടിക്കിടക്കും, ഇൻവെന്ററീസ് പെരുകും. ചൈനീസ് കപ്പലേക്ക് ചൈനീസ് കപ്പൽ വരുമാനം കിട്ടണമെങ്കിൽ സാധനം പുറത്ത് പോകണമല്ലോ, ട്രാൻസാക്ഷൻ നടക്കണമല്ലോ. പച്ചക്കറി വേണമല്ലോ ഗൾഫിൽ, അതിങ്ങ് വരണ്ട ഇന്ത്യയിൽ നിന്നുൾപ്പെടെ. അപ്പോൾ ഹോർമൂസ് അടയ്ക്കുന്നത് 1-2 ദിവസത്തേക്കോ 1-2 ആഴ്ചയോ ഓക്കെ, അത് കഴിയുമ്പോൾ ദേ വിൽ ഫീൽ ദ ഹീറ്റ്, അപ്പോൾ മാറി ചിന്തിക്കും. അപ്പോൾ ഇത് റഷ്യയും ചൈനയും ഒക്കെ ഒന്ന് മാറി ചിന്തിച്ചാൽ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പതിയെ പൊക്കാം തിയററ്റിക്കലി. എന്താണ് അങ്കിൾ സാം, സോറി ടു സേ ദിസ് അല്ലേ, അമേരിക്കയോട് പറയുകയാണ് ഇന്ത്യ, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി, കരാറൊന്നും ഒപ്പിട്ടില്ല, അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഞങ്ങൾക്ക് എണ്ണ വേണം, ഞങ്ങളുടെ 85% ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെളിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഏതാണ്ട് റഷ്യയിൽ നിന്ന് 38% ഇറക്കുമതി ചെയ്ത സമയത്താണ് ഞങ്ങളുടെ മൊത്തം ആവശ്യത്തിൻ്റെ. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തണം. ഞങ്ങളത് കംപ്ലൈ ചെയ്യാൻ തയ്യാറായിരുന്നു, കുറച്ചൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതാ എണ്ണ കിട്ടാനില്ല ഗൾഫിൽ നിന്നും. ഞങ്ങൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയേ പറ്റൂ. 2 കാര്യങ്ങൾ: 1 റുപ്പി കൊടുത്താൽ മതി, എണ്ണ കിട്ടും. 2 ലാഭകരമായ റേറ്റിൽ ഞങ്ങൾക്ക് വാങ്ങാം. 3 അവൈലബിൾ ആണ്, തരാൻ തയ്യാറുമാണ്. നിങ്ങൾ ഉപരോധമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങളങ്ങ് കച്ചവടം നടത്തും എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ ഇക്കണോമിക് ബാറ്റിൽ ചെയ്യേണ്ടി വരും അമേരിക്ക. അപ്പോൾ ഇത് വളരെ ദുരൂഹമായ സാഹചര്യമാണ്. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇന്ത്യക്ക്? അത് വങ്കത്തമാകും. ഇത് രണ്ട് രീതിയിൽ, ഇതിനെ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യണമെന്ന രീതിയിലല്ല പറയുന്നത്. ഇത് വങ്കത്തമാകുമോ? സാധ്യതയുണ്ടോ? സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോഴൊരു സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ റെസിലിയൻസ് കാട്ടാനാവുന്നത്. ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ്. നൗ ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് പീരിയഡ്. അപ്പോൾ പറയാം, കുറ്റം പറയാനാവില്ല, ഞങ്ങൾക്ക് എണ്ണ വേണം. പക്ഷേ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ പറയാൻ പറ്റൂ. ഏറ്റവും 5-6 ദിവസമാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ ഓപ്ഷൻസ് ബിക്കം വെരി വെരി വൈഡ്. ഇന്ത്യ ഹാസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. അതുകൊണ്ടാണ് ആഴക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന 100 കണക്കിന് റഷ്യൻ ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്. ഇത് ചുമ്മാ ഇട്ടിരിക്കുന്നതല്ല. ഏതെങ്കിലും രാജ്യം പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ അത് ദൂരത്ത് ഈ മഞ്ഞുമലകൾ കടന്ന് റഷ്യയിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്കിൽ നിന്നൊക്കെ കടത്തിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാം വാട്ടർ പോർട്സിൽ നിന്നും ഏറെ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന റഷ്യൻ എണ്ണ കപ്പലുകളിൽ നിന്നും വളരെ പെട്ടെന്ന് 2-3 ദിവസങ്ങൾക്കുള്ളിലോ ഒരാഴ്ചക്കുള്ളിലോ എണ്ണ വേണ്ട കേന്ദ്രങ്ങളിൽ എത്തിക്കാം. പക്ഷെ വാങ്ങാൻ ആൾ വേണം. അമേരിക്കൻ ഉപരോധത്തെ മറികടന്നുകൊണ്ട് വാങ്ങാൻ ആൾ വേണം. എത്ര നാൾ കൊടുക്കും എന്നുള്ളതും പ്രശ്നമാണ്. എത്ര നാൾ കൊടുക്കാൻ പറ്റും? അത് പറ്റും. റഷ്യക്ക് അത് സാധിക്കും. കാരണം ഞങ്ങൾ എണ്ണ വിൽക്കാൻ പോവുകയാണ്, വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഞങ്ങൾ വിൽക്കും. നിങ്ങൾ ധൈര്യമുണ്ടിൽ തടയൂ എന്ന് പറഞ്ഞാൽ ലോകമഹായുദ്ധമല്ലേ വരുന്നത്. ആ മഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ അമേരിക്കൻ ജനത ട്രംപിന് മാൻഡേറ്റ് കൊടുക്കുമോ? അമേരിക്കയ്ക്കുള്ളിലൊരു തിരുത്തൽ സംവിധാനമില്ലേ? ചെക്സ് ആൻഡ് ബാലൻസ് ഇല്ലേ അമേരിക്കയ്ക്കുള്ളിൽ? ജനാധിപത്യ രാജ്യമല്ലേ? ഇറാൻ്റെ നേതൃത്വത്തിൽ എന്തും ചെയ്യാം. ഇറാൻ ഏകാധിപത്യ രാജ്യമല്ലേ? പക്ഷേ അമേരിക്ക അങ്ങനെയല്ലല്ലോ. ഡെമോക്രാറ്റിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഈ പ്രമേയം വന്നില്ലേ, ട്രംപിനെതിരെ പ്രമേയം വന്നില്ലേ സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും.
എക്സിക്യൂട്ടീവ് എക്സസസ് അത് ഒഴിവാക്കണം. അമേരിക്കൻ പ്രസിഡന്റിന് യുദ്ധകാലത്ത് അനിയന്ത്രിതമായ പവേഴ്സ് അനുവദിക്കാനാവില്ല. സെനറ്റോടിനോട് ചോദിച്ച് കോൺഗ്രഷണൽ റാറ്റിഫിക്കേഷന് സബ്ജക്റ്റ് ചെയ്ത് മാത്രമേ തീരുവ പ്രഖ്യാപിക്കാവൂ. അത് കോടതിയാണ് പറഞ്ഞത്. പക്ഷേ അതും ട്രംപ് തള്ളിക്കൊണ്ട് വീണ്ടും എടുത്ത് നിലപാടെടുത്തതാണ് മനസ്സിലാക്കുന്നത്. നിലപാടെടുത്തു, പക്ഷേ മുന്നോട്ട് പോകാൻ ഒക്കില്ല. അതല്ലേ പറയുന്നത്, അമേരിക്കയുടെ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് സ്ട്രക്ചർ നിലനിൽക്കുന്നത് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന ഒരു രീതിശാസ്ത്രം കൊണ്ടാണ്. എക്സിക്യൂട്ടീവ് ഘടകമായ പ്രസിഡന്റ് വലിയ രീതിയിൽ പവർഫുള്ളായി മാറുന്നുവെങ്കിൽ കോടതി ഇടപെട്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച. അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു, അത് കണ്ടു. അതുകൊണ്ട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ട്രംപിന് അങ്ങനെ പോകാനാവില്ല. ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല, മുന്നോട്ട് ചെയ്യാനാവും. ഒരു അന്ത്രാള ഘട്ടം വരുമ്പോൾ പെട്ടെന്ന് എക്സിക്യൂട്ടീവിന് പ്രവർത്തിക്കേണ്ടി വരും. അമേരിക്കയ്ക്ക് ജനം അനുവദിക്കുകയും ചെയ്യും. പക്ഷേ ജനത്തെ മുഴുവൻ മുൾപോയി നിർത്തിക്കൊണ്ട് ലോകത്ത് ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾ ലഭ്യമല്ലാതെ തീവല പിടിച്ചുകൊണ്ട് അമേരിക്കയായിരിക്കും അത് കൂടുതൽ ബാധിക്കുക. ഇതൊക്കെ തിരിച്ചടിക്കും. ഇങ്ങനെയുള്ള ഉപരോധം ദീർഘകാലം നീണ്ടു നിന്നാൽ അത് അമേരിക്കയെ തന്നെ തിരിച്ചടിക്കും. വിരട്ടിയൊക്കെ കുറേ കാലം രാജ്യങ്ങളെ കൂടെ നിർത്താം. എക്കാലത്തും എല്ലാ രാജ്യങ്ങളെയും കൂടെ നിർത്താനാവില്ല. ഇപ്പോൾ എത്രയോ തിങ്ക് ടാങ്കുകൾ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള തിങ്ക് ടാങ്കുകൾ വർക്ക് ചെയ്യുന്നില്ലേ? അവർക്കറിയാമല്ലോ, നിവൃത്തിക്കേടുകൊണ്ട് അവരിപ്പോൾ ട്രംപ് ചെയ്യുന്നതിന് ഇറാൻ മൂളി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ സ്പെയിൻ തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പോയാൽ താവളം തരില്ല പറഞ്ഞില്ലേ. ബ്രിട്ടൻ്റെ കെയർ സ്റ്റാമർ പറഞ്ഞില്ലേ, നിങ്ങളുടെ യുദ്ധമാണിത്, ഞങ്ങളുടെ യുദ്ധമല്ല. ഇപ്പോൾ നിവൃത്തികേട് കൊണ്ട് സൈപ്രസിൽ ഇറാൻ ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷ് ബേസുകൾ അവിടെ ഉണ്ടായിരുന്നു, എയർ ബേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടൻ മനസ്സോടെ അമേരിക്കയുടെ പിന്നിൽ യുദ്ധരംഗത്തേക്ക് വരികയാണ്. പക്ഷേ നെയ്റ്റോ ഈസ് ഒഫീഷ്യലി നോട്ട് ഇൻ വാർ വിത്ത് ഇറാൻ എന്നോർക്കണം. ഗൾഫ് രാജ്യങ്ങളും യുദ്ധം ചെയ്യാൻ തയ്യാറല്ലല്ലോ. അവർ പറഞ്ഞതും ഞങ്ങളുടെ യുദ്ധമല്ലിത്, നിങ്ങളുടെ യുദ്ധമാണ്, എങ്ങനെയും ഒഴിവാക്കി തരൂ. സന്ധിയിൽ ഇറാൻ തയ്യാറായിരുന്നല്ലോ, ആണവ കരാറിൽ ഒപ്പിടാൻ തയ്യാറായിരുന്നല്ലോ. പക്ഷേ ആണവ കരാറിൽ ഒപ്പിട്ടത് അത് വലിയൊരു കുരുക്കായി മാറും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലേ. ആണവ കരാറിൽ ഒപ്പിടുന്നു, ഞങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞു, രഹസ്യമായി വീണ്ടും വരുന്നു. അപ്പം IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കുന്നതുമില്ല. അതായിരുന്നു നേരത്തെ പ്രശ്നം. അതുകൊണ്ടൊരു കരാർ എന്നത് പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരിക്കലും ഗൗരവമായി അമേരിക്ക ചിന്തിച്ചിട്ടില്ലാത്ത, ഇസ്രായേൽ ചിന്തിച്ചിട്ടില്ലാത്ത, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു കരാർ. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമാണല്ലോ. അതായത് അതും പൊളിറ്റിക്സും കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ലോക ജനത ഈ ഒരു യുദ്ധം കൊണ്ട് മാറിയാൽ, പ്രത്യേകിച്ചും ഇറാന് വിൽക്കാനുള്ളത് എനർജി ആയതുകൊണ്ട്, മറ്റുള്ളവർക്ക് വാങ്ങാനുള്ളത് എനർജി ആയതുകൊണ്ട് ഇറാൻ ഒരു മേൽക്കൈ അതിനകത്ത് ആ അർത്ഥത്തിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് ചില രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഈ പറഞ്ഞ പോലെ അമേരിക്ക ഒന്ന് നിയന്ത്രിക്കാൻ സാധിച്ചാൽ വലിയ കാലതാമസമില്ലാതെ ഇതങ്ങ് അവസാനിക്കുകയും ശാന്തമായൊരു അന്തരീക്ഷം തിരിച്ചു വരികയും ചെയ്യും എന്ന് കരുതാമോ? ഈ 3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഇത് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുന്നു. അപ്പോഴും പറയുന്നു, ഞങ്ങൾ ഉദ്ദേശങ്ങൾ സാധ്യമാക്കി. 3 ഉദ്ദേശങ്ങൾ. 1, ഇറാൻ്റെ പരമോന്നത നേതൃത്വത്തെ ഞങ്ങൾ 1-ാം മണിക്കൂറിൽ തന്നെ വധിച്ചു. ഓക്കെ, ലക്ഷ്യം 1 പൂർത്തിയാക്കി. 2, ഇറാൻ്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി ഞങ്ങൾ തച്ച് തകർത്തു. ഇനി 10 വർഷത്തേക്ക് ഇറാൻ മിസൈൽ ഉണ്ടാക്കാൻ പോലും പറ്റില്ല. ഭൂഗർഭറകളിലെ മിസൈലുകളെല്ലാം തന്നെ ഞങ്ങൾ നശിപ്പിച്ചു. ഒരു ക്ലെയിമാണ്, ടോൾ ക്ലെയിമാണ്, നടക്കുമോയെന്നറിയില്ല. 3, ആണവ സാങ്കേതിക വിദ്യ ഇനി ഇറാൻ വല്ലാതെ ഒന്നിറങ്ങി. അടുത്ത 25 വർഷത്തേക്ക് ഇറാൻ ആണവ പദ്ധതിയുമായി നീങ്ങില്ല. കംപ്ലീറ്റ് ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്തു. പക്ഷേ 3ാമത്തെ കാര്യം നടക്കുമോ? ആണവ വികിരണം ഉണ്ടായില്ലേ? ഇപ്പം നഥാൻസിലെ ആണവ നിലയത്തിൽ തന്നെ ആക്രമണം ഉണ്ടായി. വികിരണം സംഭവിച്ചാൽ ഇറാനിൽ മാത്രമല്ല ചുറ്റുപാടും എല്ലാം തന്നെ ആണവ വികിരണം ഉണ്ടാകും. ഫുക്കുഷിമ ടൈപ്പ് അല്ലെങ്കിൽ ചെർണോബിൽ ടൈപ്പ് ആക്സിഡൻസ് ആണ് അതൊക്കെ. ഇത് ആക്സിഡൻസ് അല്ല, യുദ്ധം കൊണ്ട്. ലോകത്തൊരിടത്തും യുദ്ധം കൊണ്ട് ആണവ വികിരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. യുദ്ധം കൊണ്ട് ആറ്റം ബോംബ് ഇട്ടു, അത് അങ്ങോട്ട് യുദ്ധത്തിലാണ്. ഇത് യുദ്ധം കാരണം ആണവാക്രമണങ്ങൾ ആക്രമിക്കുമ്പോൾ വികിരണം സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോക മനസാക്ഷി ഉണരില്ലേ? അപ്പം എന്തെല്ലാം പറഞ്ഞാലും ട്രംപ് ഒരു ദിവസം താഴെ വീഴേണ്ട ഒരാളല്ലേ? അടുത്ത 3 വർഷത്തിനുള്ളിൽ വീഴേണ്ട ആളല്ലേ? ആത്യന്തികമായി ലോകത്തിൻ്റെ. അതേസമയം അയത്തുള്ള അലി ഖൊമൈനി അങ്ങനല്ല. ജീവനുള്ള കാലത്തോളം, ഇപ്പം ജീവനില്ല, ജീവനുള്ള കാലത്തോളം ഇപ്പം 2 രീതിശാസ്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് തീർച്ചയായും സമ്മർദ്ദമുണ്ടാകും. യുദ്ധം ഒരാഴ്ചക്കുള്ളിൽ അവസാനിച്ചാൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കും. ഇറാൻ്റെ ഭരണകൂടം താഴെ പോകുന്നു. അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ ഭരണകൂടം ഇതിനകത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്യപ്പെടാം. അമേരിക്ക ഒരുപക്ഷെ കണ്ടുവച്ചിട്ടുണ്ടാവാം, നമുക്കറിയില്ലല്ലോ. അമേരിക്ക ഒരുപക്ഷെ വെനിസ്വേലയിൽ കണ്ടുവച്ചതുപോലെ ഇറാനിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുവച്ചിട്ടുണ്ടാകാം. വെളിയിൽ പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഇതാ ഞങ്ങൾ തയ്യാറാണ്. ഇറാനിൽ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു പാർലമെൻറ്റും പ്രസിഡൻറ്റും ഒക്കെ ഉള്ളതാണ്. നേരത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, 593 പേരോ മറ്റോ മത്സരിച്ച സമയത്ത് ഈ ഓരോരുത്തരെയും ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ഖമനേയി അങ്ങോട്ട് മത്സരിക്കണോ എന്ന് തീരുമാനിച്ച് 580 പേരെ ഒറ്റ മാറ്റി റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എല്ലാത്തിനും മുകളിൽ ഒരു റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോൾ അമേരിക്ക പറയുന്നത് പോലെയാണെങ്കിൽ, ഈ പറഞ്ഞ ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ
ഈ പറഞ്ഞ ഒരു സെക്യുലർ ഗവൺമെൻറ്റും സംവിധാനവും ഒക്കെ ഉണ്ടാവും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കും പോലെ. പ്രത്യേകിച്ചും 2022 നടന്ന വിമൻ ലൈഫ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഹിജാബിനെതിരെ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരം കൂടെ സാധിക്കുമോ? അവിടെ സെക്യുലർ മൈൻഡഡ് ആളുകളാണോ എന്നത് എനിക്ക് കൃത്യമായി പറയാനാവില്ല. കാരണം അവർ ഇസ്ലാമിക ഇത് പറയുന്നത് അതിനർത്ഥം സെക്യുലർ ആണെന്നല്ല. ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തെയോ ഇസ്ലാമിക ഒബ്സ്കുറാൻറ്റിസത്തെയോ അടിച്ചമർത്തലിനെയോ അയത്തുള്ള നയിക്കുന്ന ഭരണ സംവിധാനത്തെയോ ഭൂരിപക്ഷം ഇറാനും ജനതയും എതിർക്കുന്നു എന്നതാണ് സൂചന. മിക്ക ഇൻഡിപെൻഡൻറ്റ് വിലയിരുത്തലുകളും അങ്ങനെയാണ് കാണുന്നത്. അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. പക്ഷേ അവർ മതവിശ്വാസികൾ തന്നെയാണ്, അവർ ഇസ്ലാം വിശ്വാസികളാണ്, അവർ ഷിയാക്കൾ തന്നെയാണ്. അവർക്കൊരു പരമാധ്യക്ഷൻ ആവശ്യമുണ്ട്. അത് വേണ്ടാന്ന് അവർ പറയില്ല. ആ പരമാധ്യക്ഷൻ മതപരമായ പരമാധ്യക്ഷൻ മാത്രം മതിയാകും. അവർ ഒരിക്കലും പൊളിറ്റിക്കൽ പവർ കൈയാളേണ്ടതില്ല. അതാണ് ഇറാൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു ചിന്ത. പക്ഷേ ഒരു ഓൾട്ടർനേറ്റ് ഗവൺമെൻറ് ഉണ്ടാവണം. പ്രതിപക്ഷമില്ലല്ലോ, ജൈവികമായി ഒരു പ്രതിപക്ഷം ഇനി ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ടോ? ഒരുപാട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷം അവിടെ ഇല്ല. ഇപ്പോൾ പ്രതി 500 ചിലവാനും പേര് മത്സരിക്കാൻ തയ്യാറായി വന്നു. 2 പേരെ മാത്രം, ഒരു മിതവാദിയായ പെസഷ്കിയാനെയും ഒരു സ്വല്പം കൂടെ തീവ്ര നിലപാടുള്ള മറ്റൊരാളെയും മാത്രം അനുവദിക്കുന്നു. എന്നിട്ട് മിതവാദി ജയിച്ചു വരുന്നു. മിതവാദി ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഉള്ളതിൽ ഭേദം, തമ്മിൽ ഭേദം തൊമ്മൻ. അപ്പോൾ ഈ റാഡിക്കലിസം വേണ്ട എന്ന ഇറാൻ ജനതയുടെ ഒരു മനസ്സാണ് മസൂദ് പെസഷ്കിയാൻ എന്ന മിതവാദിയെ വിജയിപ്പിച്ചതിന് പിന്നിൽ. അപ്പോൾ ഇറാൻ്റെ ജനത എന്ത് ചിന്തിക്കുന്നു നമുക്കറിയാം. പക്ഷേ ആ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവർക്കിതിനെ മുഴുവൻ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോഴും ഓപ്ഷൻ കിട്ടി, അപ്പോഴും ഒരു നേതൃത്വം വേണമല്ലോ. Who is the leader of the opposition in Iran? അല്ല, അമേരിക്ക ഈ പറഞ്ഞതുപോലെ ഒരു നേതാവിനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടെ കണ്ടുവയ്ക്കും. ഒരു നിമിഷം കൊണ്ട് അവരുടെ ഇത്രയും വലിയൊരു രാജ്യം, 9 കോടിയിൽ പരം ജനം, ഒരു നേതാവ്, കേട്ടുകേൾവില്ലാത്തൊരു നേതാവിൻ്റെ പിന്നിൽ ഒറ്റയടി കണിനിരക്കുമോ? ഇപ്പോൾ അമേരിക്ക വെളിയിൽ കണ്ടുവച്ചിട്ടുള്ളത് ആരെയാണ്? റിസ പഹലവിയാണ്. അതായത് ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ. അമേരിക്കയിൽ 47 വർഷം പ്രവാസത്തിൽ ഇരുന്ന ഒരാൾ, ഇറാൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റീസിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരാൾ, അങ്ങനെ വിമാനത്തിൽ ഒരാളെ കൊണ്ടുവന്ന് ടെഹ്റാനിൽ ഒരു കസേര ഇട്ട് കൊടുത്ത് ഇരുന്നോളൂ, കെട്ടിയിറക്കിയാൽ, നൂലിൽ കെട്ടിയിറക്കിയ ഒരാൾ അവിടെ വാഴുമോ? ആയുധമെടുക്കില്ലേ? മിലീഷ്യകൾ ആയുധമെടുക്കില്ലേ? അടിച്ചേൽപ്പിച്ചൊരു ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിൽ കലാപം ഉണ്ടാവില്ലേ? സിവിൽ വാർ ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല. ഇറാനെ പോലൊരു പാവ ഗവൺമെൻറ്റിനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ, അഫ്ഗാനിസ്ഥാനിൽ ഒരു പാവ ഗവൺമെൻറ് ഇൻസ്റ്റാൾ ചെയ്തതുപോലെ, ഇറാഖിൽ ഒരു പാവ ഗവൺമെൻറ് ഇൻസ്റ്റാൾ ചെയ്തതുപോലെ, ലിബിയയിലും ഒക്കെ നടത്തിയ ചേഞ്ച് പോലെ ലളിതമല്ല ഇറാനിലെ ചേഞ്ച്. ലളിതമാണെന്നുള്ള പ്രതീതി പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരുപക്ഷെ നൽകുന്നുണ്ടാവാം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇതിനകത്തൊരു പവർ ഓഫ് മീഡിയ അത് വളരെ ശക്തമാണ്. മാധ്യമങ്ങൾ ഒരു വശം മാത്രമേ അറിയുന്നുള്ളൂ. ആ മാധ്യമങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, മറുവശമില്ല. ഇറാൻ ഉള്ളിൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക? റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇറാൻ ഉള്ളിൽ കടന്ന് റിപ്പോർട്ട് ചെയ്യാനാവില്ല. അപ്പോൾ വൺ സൈഡാണ് അമേരിക്കയുടെ യുദ്ധം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മേധാവിത്വം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട ഇറാനിയൻ പെർസ്പെക്റ്റീവ് പറയാൻ മാധ്യമങ്ങളില്ല. ഇത് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ അറബി ലോകത്ത് പ്രവർത്തിക്കുന്നു, ഇല്ല എന്നല്ല, സാമാന്യ നിഷ്പക്ഷമായ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെയും റിപ്പോർട്ടിംഗ് വളരെ ബുദ്ധിമുട്ടാണ് ഇറാനുള്ളിൽ. അതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി, അയത്തുള്ള അലി ഖുമൈനി മരിച്ചു എന്ന് ശരിയാണ്, നേതൃത്വം എലിമിനേറ്റ് ആയെന്ന് ശരിയാണ്. അത് ഇന്ന് ആദ്യമായിട്ടല്ല, മുൻപും നേതൃത്വം ഫക്കിസാദയെ കൊന്നില്ലേ, ആണവശാസ്ത്രജ്ഞൻ. അതുപോലെ ഖാസിം സുലൈമാനി, IRGC തലപ്പത്തുള്ള ഖാസിം സുലൈമാനി വധിക്കപ്പെട്ടില്ലേ. എത്രയോ നേതാക്കന്മാർ ഇറാനിൽ വധിക്കപ്പെട്ടു. അപ്പോഴും അതിന് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായി. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇറാൻ ജനതയ്ക്ക്. അതുമാത്രമല്ല, IRGC നയിക്കുന്ന ഒരു സംവിധാനം പൊളിറ്റിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, റിലിജിയസ് മാത്രമല്ല, ബിസിനസ് ഉൾപ്പെടെ എല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ സ്ട്രക്ചറാണ് IRGC. അതിൻ്റെ തലപ്പത്തെ 1-2 പേരെ കസ്റ്റഡിയിലെടുത്ത്, അങ്ങനെയൊക്കെ അവരെയൊക്കെ ഈ ചാരന്മാരായി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇവരുടെ നേതാക്കന്മാരെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത്. എക്കാലത്തും അതൊക്കെ സാധിക്കും. പക്ഷേ ഒരു ഗ്രാൻഡ് ഡിസൈൻ എന്ന ഭാഗമായി IRGCയുടെ ഒരു വിഭാഗമോ സൈന്യത്തിൻ്റെ ഒരു നല്ല വിഭാഗമോ വിപ്ലവം അല്ലെങ്കിൽ പ്രതിവിപ്ലവം അല്ലെങ്കിൽ വലിയ അട്ടിമറി നടത്തി അധികാരം ഏറ്റെടുത്തില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് ഒരിക്കലും അത് ചെയ്യാനാവുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്കൊരു മുഖമില്ല. ഇതൊരു എന്താ പറയുക, ജൻസി റവല്യൂഷൻ പോലെയാണ്. ഒരു മുഖമില്ല, ഒരു സ്പൊറാഡിക് മൂവ്മെൻ്റാണ്. അവർ പൊറുതിമുട്ടി, അവർക്ക് ആഹാരമില്ല, അവർക്ക് പണമില്ല. നമ്മളീ പറഞ്ഞ ഓയിൽ ക്രൈസിൻ്റെ ഒക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ പറ്റി പറഞ്ഞു. ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി അത്ര നല്ല അവസ്ഥയിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ ഈസ് ഹൈലി കൺസേൺഡ്. ഡോളർ അധിഷ്ഠിതമായ ഒരു ലോകക്രമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യ ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ട്രേഡ് യുദ്ധം കൊടുമ്പിരി കൊണ്ട കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ
ഇന്ത്യ ലേശം മാറി ചിന്തിച്ചു എന്ന് കരുതുന്നവരുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയെ ഒന്ന് സടക്കൂട്ടം എഴുന്നേൽക്കാൻ സഹായിക്കുകയും ഒരു ഓൾട്ടർനേറ്റ് കറൻസി, അതായത് റഷ്യൻ റൂബിൾ, ചൈനീസ് യുവാൻ, ഇന്ത്യൻ റുപ്പി, ഇറാനിയൻ റിയാൽ എല്ലാം ചേർന്ന് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുന്ന ഒരു കറൻസി സംവിധാനം ഉണ്ട് എങ്കിൽ ലോക വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലാവുകയും പരസ്പരമുള്ള ഇടപാടുകൾ കോമൺ കറൻസി അല്ലെങ്കിൽ തദ്ദേശീയമായ കറൻസി, റഷ്യ ഇന്ത്യയും തമ്മിൽ കച്ചവടം നടത്തുന്ന റൂബിൾ റുപ്പി ടേംസിലാണ്. അങ്ങനെ ലോകത്തെമ്പാടും കച്ചവടം നടത്തിയാൽ പിന്നെ അമേരിക്കയില്ല. അങ്ങനൊരു കാര്യം ഇത് സാധ്യമാകുമോ? ഇല്ല, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ. നമ്മളിപ്പം ഒരു കഥ പറയുമ്പോൾ തിരക്കഥയൊക്കെ നമുക്ക് എഴുതാം, പക്ഷേ അത് അരങ്ങിൽ ആടിത്തീർക്കുന്നത് വേറൊരു ബോൾ ഗെയിമാണ്. അതുകൊണ്ട് ഇത് പറയാമെന്നല്ലാതെ അതിന് പ്രതിരോധമൊരുക്കും യുദ്ധം പോലും ഒരു പരിധി വരെ. ഇപ്പോൾ വ്യാപാര യുദ്ധം ഇന്ത്യ അവസാനം അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിലേക്ക് വന്നല്ലോ. ഇന്ത്യക്ക് സഹായകരമാകുമെന്ന് ഇന്ത്യ കരുതുന്നു, അതാണ് ഇന്ത്യയുടെ ദേശീയ താല്പര്യമെന്ന് കരുതുന്നു, കുറ്റം പറയാനാവില്ല. പക്ഷേ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വന്നു, അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ വരേണ്ടി വന്നു. അതിനർത്ഥം ഇങ്ങനെ പറയാമെന്നല്ല. ബ്രിക്സിൻ്റെ സെൻട്രൽ ബാങ്ക് വലിയ പവർഫുള്ളായിട്ട് വരുന്നു. റഷ്യക്കും ചൈനയ്ക്കും ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ ചൈന പോലും ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് നിലനിർത്താൻ ഇപ്പം 19 ട്രില്യൺ ഇക്കോണമിയാണ് ചൈന. അമേരിക്ക 30 ട്രില്യൺ ഇക്കോണമി. ഇന്ത്യ ഈസ് ദി ഓൺലി 4.1 ട്രില്യൺ. ഇനി തൊട്ട് മുകളിൽ ജപ്പാൻ, ജർമ്മനി തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. പക്ഷേ ഇന്ത്യ മൂന്നാമത്തെ വലിയ ഇക്കോണമിയായിട്ട് മാറും ഏതാനും വർഷത്തിനുള്ളിൽ. എങ്കിലും ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ പ്രധാനപ്പെട്ട 2ാം നമ്പർ ഇക്കോണമിയും 3ാം നമ്പർ ഇക്കോണമിയും 4ാം നമ്പർ ഇക്കോണമിയും ഒരുമിച്ച് നിൽക്കുന്നു. 1ാം നമ്പർ ഇക്കോണമി മാറി നിൽക്കുന്നു. ഒരു ഫൈറ്റ് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഡോളറിനെ നിലനിർത്താൻ ഡോളറിലൂടെയാണ് അമേരിക്ക ലോകക്രമത്തെ നയിക്കുന്നത്. സൈന്യങ്ങളിലൂടെയാണ്, ആയുധ കച്ചവടത്തിലൂടെയാണ്, പലയിടത്തും ഇടപെട്ടുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ റെലവൻസ് നിലനിർത്തിക്കൊണ്ടാണ് അത് ചൈനയ്ക്ക് സാധിക്കില്ല, ഇന്ത്യക്ക് സാധിക്കില്ല, റഷ്യക്ക് സാധിക്കില്ല. അമേരിക്കയ്ക്ക് മാത്രം സാധിക്കുന്നത് എവിടെയും കയറി ഇടപെടാനുള്ള ലൈസൻസ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും അമേരിക്ക മാത്രം. അത് ഡോളറാണ്. അത് ഡോളറിലൂടെയാണ്. അപ്പം ലോകക്രമം ഡോളറിലൂടെ മാത്രം, വേൾഡ് കറൻസിയായി ഡോളർ മാത്രമേ. യൂറോപ്പ് ആകെ ശ്രമിച്ചു യൂറോയിലൂടെ, എങ്കിലും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് യൂറോ റെജിമിനെ ഉൾപ്പെടെ ഒരു ന്യൂട്രലൈസ് ചെയ്ത്, ഇപ്പം ട്രംപ് ചെയ്ത വലിയൊരു ഡാമേജ് യൂറോപ്പിൻ്റെ ഗുഡ്വിൽ കളഞ്ഞു. യൂറോപ്പ് വളരെ ഖിന്നരാണ്, അവർക്കൊന്നും ചെയ്യാനാവില്ല. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ സഹായം വേണം. അപ്പോൾ റഷ്യയെ മറുപക്ഷം നിർത്തേണ്ട അമേരിക്കയുടെ ആവശ്യമാണ്. യൂറോപ്പ് എന്നും അമേരിക്കയുടെ മുമ്പിൽ കൈനീട്ടും. റഷ്യ ഒരു ശത്രുവായി വേണം, ഇറാൻ ഒരു ശത്രുവായി ഉണ്ടാകണം. അതുകൊണ്ടാണ് എൻ്റെ വിനീതമായ അഭിപ്രായം, വളയ്ക്കുകയേ ചെയ്യൂ, പൂർണ്ണമായി ഒരുപക്ഷെ ഓടിക്കില്ല. പൂർണ്ണമായി ഇറാനെ ഒട്ടിച്ച് കൈ കൊടുത്താൽ, അമേരിക്ക അനുകൂല ഒരു പാവ ഭരണകൂടം അവിടെ എത്തിയാൽ, നാളെ ചെറിയ കുഞ്ഞൻ അറബ് രാജ്യങ്ങൾ വാലുപൊക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഉറപ്പായിട്ടും വരും. അവർ അമേരിക്കയോട് പറയും, താങ്ക് യു വെരി മച്ച് അമേരിക്ക, അങ്കിൾ സാം, you may now move out. We don't face any security threat anymore. ഇറാൻ ഇസ്രായേൽ ആക്രമിക്കില്ല, ഇറാനും ആക്രമിക്കില്ല. പിന്നെ എന്തിനായി കട തുറന്നു വെച്ചിരിക്കുന്ന അമേരിക്കയുടെ താവളങ്ങൾ എന്തിനാണ് ഇവിടെ? എഴുതി വയ്ക്കപ്പെട്ട നിശ്ചിത കരാറുകളോ നിലനിൽക്കുന്ന ഈ പറഞ്ഞ ആയുധവിനിമയ ഇടപാടുകളോ ഒക്കെ ഇല്ലെങ്കിൽ ചോദിക്കും. പക്ഷെ അത് ഉള്ളതുകൊണ്ട് അതുണ്ട്. അതാണ് അമേരിക്കയുടെ ബലം. അതുകൊണ്ടാണ് ഒരു ശത്രു ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു ശത്രുവിനെ ലിമിറ്റഡ് പ്രഹരശേഷിയോടുകൂടി അവിടെ നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണെന്ന് ഉള്ള അന്തരംഗം മന്ത്രിക്കുന്നു. അതിലൊരു ലോജിക്കുമുണ്ട്. അതുകൊണ്ടാണ് കമ്മിങ് ബാക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇൻഫ്ലേഷനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഏതവസ്ഥയിലേക്ക് പോകും എന്നാണ്? പിടിവിട്ട് പോകാം. ദീർഘകാലം ഉപരോധം വരികയും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ഇനി ഹൂതികൾ അവിടെ ചെങ്കടൽ പ്രദേശത്തും വലിയ കലാപം ഉണ്ടാക്കുകയും ചെയ്താൽ 40% ഓഫ് ദ ഓയിൽ മൂവ്മെൻറ്റ്, ഇത് 20% മാത്രമാണ് ഈ ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് വഴി വരുന്നത്, അതായത് ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നത്. മറ്റൊരു 20% പോകേണ്ടത് ചെങ്കടലിലൂടെയാണ്. അതും കൂടെ തടയപ്പെട്ടാൽ ലോക വിപണികളിൽ എണ്ണയ്ക്ക് $100 കടന്ന് $150 ആകാം, സർവ്വകാല റെക്കോർഡിലേക്ക് നീങ്ങാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന മുഴുവൻ പൈസ എടുത്ത് ഡോളറാക്കി ഇത് വാങ്ങിക്കേണ്ടി വരും. ഇന്ത്യക്ക് മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ അതിനേക്കാൾ, ചൈന അതിനേക്കാൾ എഫക്റ്റ് ചെയ്യുമല്ലോ. ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ ഡിപ്പെൻഡ് ചെയ്യുന്ന ചൈനയാണ്. റഷ്യക്ക് കൊടുക്കാനാവും, പക്ഷേ ഇന്ത്യക്ക് വേറൊരു നിലപാടെടുക്കേണ്ടി വരും. എണ്ണ ഞങ്ങൾക്ക് വേണം റഷ്യയിൽ നിന്ന്. റഷ്യ ഊറിച്ചിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കണ്ട് റഷ്യ ഊറിച്ചിരിക്കുന്നുണ്ടാകും. ഒരു അവസരം അവർക്ക് തോന്നി നടുപൊടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ വിൽക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. നമ്മുടെ വഴിക്ക് വരും എന്നുള്ളതാണ്. വരുമെന്ന് അതൊക്കെ വിഷ്വൽ തിങ്കിങ് ആണ്. ഇതെല്ലാം സാധ്യതകൾ മാത്രമല്ലേ. ഇത് നമുക്ക് സാധ്യത പറയാമെന്നല്ലാതെ അങ്ങനെ സംഭവിക്കുമെന്ന് തീർത്ത് പറയാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഓയിൽ ഈസ് എ ഹ്യൂജ് വെപ്പൺ.
പിന്നെ നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നു ഓൾട്ടർനേറ്റ് ഫ്യൂവൽ, ആണവ ഊർജം, കൺവെൻഷണൽ തിരമാലയിൽ നിന്ന്, കാറ്റിൽ നിന്ന് ഒക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. എളുപ്പമുള്ള കാര്യമല്ല. ബാറ്ററി സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. എങ്കിലും ഡീസലിനും പെട്രോളിനും മണ്ണെണ്ണയ്ക്കും അതൊക്കെ തന്നെ വേണം. അത് കുറേ കാലത്തേക്കെങ്കിലും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഹൈഡ്രോ കാർബൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞു വന്നിരുന്ന അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പണപ്പെരുപ്പം വരുന്നതോടെ, നമ്മുടെ കയ്യിൽ കാശില്ലാതാവുന്നതോടെ, നമ്മുടെ കാശിന് വാല്യൂ ഇല്ലാതാവുന്നതോടെ പ്രൈസ് ഹൈക്ക് ഭയങ്കരമായിട്ട് സ്വാഭാവികമാണ്. ഇതിനാണ് കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സ്പൈറലിംഗ് ഇഫക്റ്റാണ്. ഓരോ ദിവസം കഴിയുന്തോറും സമാധാനം മരീചികയാകുമ്പോൾ ഓഹരി വിപണിയിൽ വില വല്ലാതെ താഴും. ക്രാഷുണ്ട്. ഇപ്പോൾ തന്നെ ക്രാഷാണ്. ബോംബെ സെൻസെറ്റീവ് ഇൻഡെക്സ് ഇപ്പോൾ വലിയ താഴ്ച കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. NSE കൂപ്പുകുത്തുക. ലോക വിപണികളെല്ലാം തന്നെ മാന്യമാകും. അപ്പോൾ എങ്ങനെയാണ് പ്രൈമറി വിപണിയിൽ പണമെത്തുക? എങ്ങനെയാണ് പബ്ലിക് ഇഷ്യൂ നടത്തുക? എങ്ങനെയാണ് കമ്പനികൾ ധനസമാഹരണം നടത്തുക? ഉൽപ്പാദനക്ഷമത കുറയില്ലേ? ഇത് ലോകത്തെ എല്ലാം, അമേരിക്കയെ തന്നെയല്ലേ കൂടുതൽ ബാധിക്കുന്നത്? ഇത് ഹെഗമണിയെ തന്നെയാണ്. ഒരു മാന്യം വന്നാൽ, ലോക സാമ്പത്തിക മാന്യം വന്നല്ലോ 2007, 2008 ഏത് രാജ്യത്തെയാണ് ഏറ്റവും ബാധിച്ചത്? വികസിത ലോകത്തെ രാജ്യങ്ങളെയാണ് ബാധിച്ചത്. ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ GDP വളർച്ച രേഖപ്പെടുത്തിയത് 2008-09 8.7%. ഇല്ലേ, വേറെ ഒരിക്കലും അത്രയും വളർന്നിട്ടില്ല. 7%, 8% വളർന്നു. 8.7% വളർന്നിട്ടില്ല. അമേരിക്കയാണെങ്കിൽ വലിയ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയി. യൂറോപ്യൻ രാജ്യങ്ങൾ പോയി. ജപ്പാൻ പോയി. അപ്പം അതുകൊണ്ട് ലോകക്രമം മാറേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പാരഡൈം മാറൂ. പാരഡൈം മാറിയെങ്കിൽ മാത്രമേ അണ്ടർ ഡോഗിനെ എന്നെങ്കിലും ടോപ്പ് ഡോഗ് ആകാനുള്ള സാധ്യത തുറന്നു കിട്ടുന്നത് പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴാണ്. ഈ പാരഡൈം ഷിഫ്റ്റ് പെയിൻഫുള്ളാണ്. പക്ഷേ അവിടെ കണ്ണിമ ചുമ്മാതെ പിടിച്ചു നിൽക്കുക എന്നതാണ് തന്ത്രം. ഈ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ 7.6 എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്റ്റിമേറ്റ് ഉണ്ട്, GDP എസ്റ്റിമേറ്റ്. ഈ ഒരു ഘട്ടം കഴിയുമ്പോൾ അതെവിടെ പോയി നിൽക്കും എന്ന് കരുതാം. India has shown resilience. India has the public sector, traditional പ്രൈവറ്റ് സെക്ടർ, മിക്സ്ഡ് എക്കോണമി എല്ലാം ഉണ്ട്. ഇന്ത്യക്ക് ആഭ്യന്തരമായൊരു ക്യാപ്റ്റീവ് മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഉത്പാദനം, ഇവിടെ തന്നെ ഉപഭോഗം. നമ്മളൊരു കയറ്റുമതി അധിഷ്ഠിത രാജ്യമല്ല. അമേരിക്കയുമായി ഇപ്പം $500 ബില്യൺ വർത്ത് ഓഫ് കയറ്റുമതി ഇറക്കുമതി. ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും കയറ്റുമതി ചെയ്യുന്നത്. ക്ലോത്ത്സ് ഉണ്ട്. അതൊക്കെ ചെറിയ തോതിൽ. ഇന്ത്യക്ക് ഇപ്പോൾ 147 കോടി ജനങ്ങളുടെ ശരീരത്തിൽ ധരിക്കാൻ തക്ക വസ്ത്രങ്ങളെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അത് കുറച്ചൊക്കെ അല്പവസ്ത്രധാരികളാകുന്നത് കൊണ്ടാണ് ഏറെ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നത്. ഇൻറ്റേർണൽ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. നല്ല ഒന്നാന്തര മിഡിൽ ക്ലാസ്സാണ്. ലോകത്ത് ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് ഉള്ളത് എണ്ണമാണ്. 30 കോടിയിൽ പരം ആളുകൾ മിഡിൽ ക്ലാസ്സാണ്. ദേ ഹാവ് ദ പർച്ചേസിംഗ് പവർ. പക്ഷേ നമ്മൾ നീക്കുപോക്കുകൾ ചെയ്യണം. ലോകശക്തിയായി ഉയരണമെങ്കിൽ എക്സ്പോർട്ട് ഉണ്ടാകണം. ചൈനയ്ക്കും ഇന്ത്യക്കും. ചൈന വികസിച്ചത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ഡബിൾ ഡിജിറ്റ് ഒക്കെ വന്നത്. ഇന്ത്യക്ക് അങ്ങനെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരണമെങ്കിൽ വൻപൻ എക്സ്പോർട്ട് ഉണ്ടാകണം. അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. ഇപ്പോൾ അത് സാധിക്കുന്നില്ലെങ്കിൽ പ്ലാൻ ബി, ഇൻറ്റേർണൽ കൺസംഷൻ. പക്ഷേ അവിടെയും ഊർജ്ജം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചൈന സാധിച്ചത്, ചൈനയുടെ പ്രൊഡക്ഷൻ വളരെ വലുതായിരുന്നു. അവർ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ടാണല്ലോ അവർ എക്സ്പോർട്ട് ചെയ്യും. പറഞ്ഞ ടോയ്സ് അടക്കമുള്ള കാര്യങ്ങൾ, സകല സാധനങ്ങളും ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തു. നമുക്ക് അത്രയും പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് മാനുഫാക്ചറിങ്. ചൈനയ്ക്ക് 3 കേന്ദ്രത്തിൽ നിന്ന് എണ്ണ കിട്ടുമായിരുന്നു. റഷ്യ, ഇറാൻ, ഇതിനെല്ലാം വേണം ഊർജ്ജം. വെനിസ്വേല. അല്ല, റഷ്യയിൽ നിന്ന് ഇനിയും കിട്ടും. ചൈനയ്ക്ക് പോ ദിനേശ മോനെ എന്ന് പറയും ചൈന. പിന്നെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുക തന്നെ ചെയ്യുമെന്ന് പറയും. ഇന്ത്യക്കത് പറയാനുള്ള ആർജവം എത്രയുമുണ്ട്. അതാണ് ചൈന ഹാവ് ഓപ്ഷൻസ്. അവിടുത്തെ പ്രൊഡക്ഷൻ നിന്ന് പോകാതിരിക്കും. പക്ഷേ അറബി എണ്ണയെ പൂർണ്ണമായി നിരാകരിക്കാനും ചൈനയ്ക്കാവില്ല. അതുമാത്രമല്ല, ചൈനയ്ക്ക് എക്സ്പോർട്ട് ചെയ്യണമല്ലോ ഗൾഫ് രാജ്യങ്ങളിലേക്ക്. അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമല്ലോ. എക്സ്പോർട്ട് ഇല്ലാതെ ചൈനയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ചൈന ഒരു മിച്ച രാജ്യമല്ലേ. ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ഹെവിലി ഫേവറിങ് ചൈന. അതൊന്നും നഷ്ടപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2025-26 വർഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ ഉക്രൈൻ യുദ്ധം തുടങ്ങി 2022 മുതൽ ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ദ വേൾഡ് ഈസ് റാഡിക്കലി അണ്ടർഗോയിങ് എ ഷിഫ്റ്റ്. അത് മൾട്ടിപ്പിൾ ഫ്രണ്ടിലാണ്. അത് ഉക്രൈൻ റഷ്യ എന്നത് പരിമിതമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഷോക്ക്. അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് പരിമിതമായിരുന്നു. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. പേർഷ്യൻ ഗൾഫ് മേഖല അഫക്റ്റഡ് ആകുമ്പോൾ അങ്ങനെയല്ല. ഓയിൽ ഷോക്ക്, പ്രവാസി ഷോക്ക്, അല്ലേ? അതുപോലെ സ്ട്രാറ്റജിക് പൊസിഷനിങ്ങിൻ്റെ ഒരു ഷോക്കുണ്ട്. ഇന്ത്യ ഒരു വൈതരണിയിലല്ലേ. ഒരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ്? ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട ഒരവസ്ഥയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ. തൽക്കാലം അതങ്ങനെ തുടർന്ന് പോകാനേ സാധിക്കൂ. തൽക്കാലം അബദ്ധ പ്രസ്താവനകൾ. കാരണം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, മിണ്ടാതിരിക്കുക. ആവശ്യമില്ലാത്ത സമയത്തെ വേണ്ടാത്ത വർത്താനം ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് പോലെ നരേന്ദ്രമോദി ചെയ്യുന്നില്ല. അതാണ് മോദിയുടെ ഡിപ്ലോമസിയുടെ ഒരു വലിയ കാര്യം. പറയേണ്ട കാര്യങ്ങൾ മാത്രം ഉച്ചത്തിൽ പറയുക, റൈറ്റ് ഒപ്റ്റിക്സിലേക്ക് ശ്രമിക്കുക. പക്ഷേ ഇവിടെ പെട്ടു.
പെട്ടുവെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിലപാട് പറയേണ്ട സമയത്ത് പറയുന്നില്ല എന്ന ആരോപണമാണ് മുഖ്യമായി കേൾക്കുന്നത്. അത് പ്രതിപക്ഷം വല്ലാതെ ആഘോഷിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ഇൻറ്റേർണൽ സംവിധാനമുണ്ട്. പ്രതിപക്ഷങ്ങൾ സ്വരങ്ങൾക്ക് നേർത്ത ശബ്ദം മാത്രമേ ഉണ്ടാകൂ നാഷണൽ ലെവലിൽ. അതുകൊണ്ട് ഒരു ഒഫീഷ്യൽ ലൈൻ കുറച്ച് മുന്നോട്ട് പോകും. പക്ഷേ അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യം പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം പ്രതിപക്ഷത്തിനും കൂടെ അറിയാം, സാഹചര്യത്തിൻ്റെ ഗൗരവം പ്രതിപക്ഷത്തിനും കൂടെ അറിയാം എന്നതുകൊണ്ടാണ് ശബ്ദം നിർത്താതിരിക്കുന്നതും കൂടെ കരുതേണ്ടി വരും. പ്രതിപക്ഷം ഇപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ് ഇന്നത്തെ സർക്കാരെങ്കിലും ഇതല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ കോൺഗ്രസ് സർക്കാരാണെങ്കിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്നത് ഒരു കൗതുകകരമായ കാര്യമാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ട്രഡീഷണൽ പാലസ്തീനിയൻ നയമൊക്കെ രൂപീകരിച്ച് വന്നത്. അത് BJP സർക്കാരും പോകുന്നത്. പക്ഷേ BJP സർക്കാർ ഒരു പടി കൂടി ഇത് ഇസ്രായേലിന് നേരെ ആദ്യം കൈകൊടുത്തത് BJP അല്ലല്ലോ. അത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റല്ലേ. 92-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും ഒക്കെ ആയിരുന്ന സമയത്തല്ലേ ഇസ്രായേലുമായി ഔപചാരിക നയതന്ത്ര ബന്ധം ഉണ്ടായത്. എൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിൽ പോകാനാവില്ലായിരുന്നു. അവിടെ യാത്രാനുമതി പോലും ഇല്ലാത്തൊരു രാജ്യം പെട്ടെന്ന് മാറി. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് തുടങ്ങി വെക്കുകയും BJP ഗവൺമെൻറ് അത് 2014 മുതൽ നരേന്ദ്രമോദി വളരെ ആർജവത്തോടുകൂടി ഈ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി. അപ്പോൾ അങ്ങനെ അത് പ്രായോഗികത, അതിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. നമുക്ക് ഏത് ചെകുത്താനുമായും കൂട്ടുപിടിക്കാം. നമുക്ക് മൊറാലിറ്റി ഒന്നും വിഷയമല്ല, ഇല്ലേ? ധാർമ്മികത ഇതൊക്കെ വെളിയിൽ പറയാനുള്ളതാണ്. ഡിപ്ലോമസിയിൽ പുറത്ത് പറയാനുള്ള നല്ല വാക്കാണ് ധാർമ്മികത. പൊളിറ്റിക്സിൽ എവിടെയാണെങ്കിലും ഒരു ധാർമ്മികതയുമില്ല. ഈ റിയാലിറ്റിയിൽ ഞാൻ അന്താരാഷ്ട്ര ബന്ധങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ്. അപ്പോൾ റിയലിസ്റ്റ് തിയറി പ്രപ്പോസ്ഡ് ബൈ ഹാൻസ് ജെ മോർഗൻതോ, അദ്ദേഹം പറയുന്നതനുസരിച്ച് ദർ ഈസ് നത്തിങ് ലൈക്ക് എ യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾ. അവനവൻ നിർവചിക്കുന്നതാണ് മൊറാലിറ്റി. അല്ലാതെ ഈ രാജ്യങ്ങൾക്ക് ഈ മോറൽ പ്രിൻസിപ്പിൾസ് ബാധകമല്ല. പക്ഷേ മാക്കിവെല്ലി പറയുന്നത് പോലെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കൗടില്യൻ പറയുന്നത് പോലെ ഇത് ധാർമ്മികത പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ പ്രായോഗികമായി ജനങ്ങളുടെ ആവശ്യം അതാണ് ദേശീയ താല്പര്യം. ദേശീയ താല്പര്യം അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും നിലവിലുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടട്ടെ എന്നും സമാധാനം വരട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. സി മലയാളം ന്യൂസിനൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് നന്ദി സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.